بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باصرة تظن أن يفعل بها فاقرة صدق الله العظيم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا وأشهد أن الله لا رب غيره وأنك مأمون على كل غائب وأنك أعلى المرسلين وسيلة إلى الله ابن لك رمين الأطوائب فكن لي شفيعا يوم لا ذو شفاعة بمغن فتيلا سواد بن قاربي ആദരണീയരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദര സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒത്തുകൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മഹത്തായ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് അധ്വാനിച്ചവർ, സഹായിച്ചിരുന്നവരിൽ നിന്ന് മരിച്ചുപോയവർ, ഇതിൻ്റെ ഗുണകാംക്ഷികളിൽ നിന്ന് മരിച്ചുപോയവർ, എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ മാസത്തിൽ
പ്രത്യേകം അനുസ്മരിക്കപ്പെടേണ്ട മഹാനായ റഈസു സാഹിദീൻ ഖൈറുത് താബിഈൻ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു, മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ മുഹ്യിസുന്ന അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫിൻ നവാവി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ധാരാളം മഹാത്മാക്കൾ അവരുടെ ഹളറത്തിലേക്ക് ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും മിസ്ലി സവാബ് ഹദിയയായി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഹിഫ്ളും ഹിമായത്തും മദദും ജീവിതത്തിലുടനീളം പുറമെ മരിക്കുന്ന സന്ദർഭത്തിലും നാളെ ആഖിറത്തിലും അല്ലാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ അജ്മീർ ഉറൂസിലേക്ക് നേർച്ചയാക്കി സദഖകൾ നൽകി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഈ മഹത്തായ മജ്ലിസിൽ നാം പ്രത്യേകം ദുആ ചെയ്യേണ്ടവർ, നമ്മിൽ നിന്ന് ദുആ പ്രതീക്ഷിച്ചവർ, എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അവന്റെ മഹളായ ഫള് കൊണ്ട് ബറക്കാത്തുകൾ അവന്റെ സൃഷ്ടികളിലേക്ക് ചൊരിയുന്ന ഈ പരിശുദ്ധ റജബ് മാസത്തിലെ ബഹുമാനം കൊണ്ട് എല്ലാം റാഹത്താക്കി അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യും. ജീവിതത്തിലുടനീളം അല്ലാഹു കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് തഖ്വ ഉൾക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു. മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ് അവിടുത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും അതിനുശേഷം വന്ന മുത്തലിബ് നൂറാനിയുടെ ഉസ്താദിന്റെ പ്രഭാഷണത്തിലുമൊക്കെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു തങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ ബഹുമാനത്തെ സംബന്ധിച്ചും നിങ്ങൾ കേൾക്കുക ഉണ്ടായി. ഇനിയും
നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ ഖാജാ തങ്ങളെക്കുറിച്ച് കേൾക്കുകയും അനുസ്മരിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിമായ സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കേണ്ട, ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ റജബ് മാസം വളരെ പുണ്യമുള്ള മാസമാണ്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസങ്ങളും എല്ലാ ദിവസങ്ങളും ആഴ്ചകളും സമയങ്ങളും സ്ഥലങ്ങളും ഒരേപോലെയല്ല. ചിലതിനേക്കാൾ പ്രാധാന്യമുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ്, ഉറപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിസാലയിൽ ഓർമ്മപ്പെടുത്തിയത് കാണാം. ബലഗനി, എനിക്ക് പൂർവീകരിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. മുഹദ്ദിസീങ്ങളുടെ ഒരു ശൈലിയാണല്ലോ അത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ചവരാണ്. 204 വഫാത്തായവരാണ്. ഇന്ന് നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള, ലോകത്തേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗസ്സ എന്ന സ്ഥലത്താണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. 4 അഇമ്മത്തിന്റെ കൂട്ടത്തിൽ ആലുന്നബിയിൽപ്പെട്ടവരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ ഹാഷിം എന്നവർ ഗസ്സയിലാണ് വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹാഷിമിന്റെ മക്കളും ഹാഷിമിന്റെ ജ്യേഷ്ഠൻ മുത്തലിബിന്റെ മക്കളും അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്കാണ് നബി കുടുംബം എന്ന് പറയുന്നത്. നബി കുടുംബം എന്ന് പറയുന്നതും തങ്ങന്മാർ എന്ന് നമ്മുടെ മലയാളത്തിൽ പറയുന്നതും വലിയ വ്യത്യാസം ഉണ്ട്. നബി കുടുംബത്തെ പറ്റിയല്ല നാം തങ്ങന്മാർ എന്ന് പറയുന്നത്. ദുർരിയാത്തുൻ നബി, ഇത്റത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾക്കാണ്, അഥവാ ദുർരിയത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കാണ് നമ്മുടെ നാട്ടില് തങ്ങന്മാര്, സാധാത്തുക്കൾ എന്ന് പറയുന്നത്. മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഷരീഫ്, ശുറഫാ എന്ന് പറയുന്നതും അവർക്കാണ്. വിശാലമായ അർത്ഥമാണ് നബി കുടുംബം എന്ന് പറയുന്നത്.
നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതുകൊണ്ട് ശാഫിഈ ഇമാം തങ്ങളാണ് എന്ന് വരില്ല. ഹാഷിമിന്റെയും മുത്തലിബിന്റെയും അവർക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്, അബ്ദു ഷംസും നൗഫലും. ഇവര് 4 പേരും അബ്ദു മനാഫിന്റെ മക്കളാണ്. അബ്ദു മനാഫിന്റെ 4 മക്കളിൽ നിന്ന് 2 മക്കളുടെ സന്താന പരമ്പരകൾക്ക് മാത്രമാണ് ആലുൻ നബി എന്ന പ്രത്യേകത ഉള്ളത്. ലോകത്ത് അറിയപ്പെട്ട അഖ്താബുകളും ഔതാദുകളും അഗയാസുകളും മഹാഭൂരിപക്ഷവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലിൽ അല്ല അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. അഹ്ലു ബൈത്ത് എന്നും ആലുൻ നബിക്ക് ഒരു പ്രയോഗം ഉണ്ട്. വിശാല അർത്ഥത്തിൽ അവർക്കും പറയും ആലുൻ നബി എന്ന്. അഹ്ലു ബൈത്ത് ആലുൻ നബി കുറേയധികം മുത്തഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. പക്ഷേ ഈ 4 മക്കളിൽ നിന്ന് 2 മക്കളുടെ സന്താനങ്ങൾക്ക് മാത്രമാണ് ഈ പ്രത്യേകത. നബി കുടുംബത്തിനുള്ള പ്രത്യേകത ചെറുതല്ല. ലോകത്ത് 130 കോടി മുസ്ലിമീങ്ങൾ കനേഷുമാരി കണക്കനുസരിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ 80 കോടി ജനങ്ങളും നിസ്കരിക്കുന്നവരാണ്. ഈ 80 കോടി ജനങ്ങൾ നിസ്കരിക്കുമ്പോൾ എല്ലാ നിസ്കാരത്തിലും നബി കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. നിർബന്ധമായിട്ടും സുന്നത്തായിട്ടും. ശാഫിഈ ഇമാമിന്റെ നിലപാടനുസരിച്ച് അവസാനം അത്തഹിയ്യാത്ത് ഓതിയതിനു ശേഷം നബി കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ അബ്ആദു സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുപോയാൽ അത് സഹ്വിന്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് സ്പീഡിൽ നിർവഹിക്കേണ്ട നിസ്കാരമാണ് മയ്യിത്ത് നിസ്കാരം. അതുകൊണ്ടാണ് ഇഫ്തിതാഹിന്റെ പ്രാർത്ഥന മയ്യിത്ത് നിസ്കാരത്തിൽ ഇല്ലല്ലോ. അത് സുന്നത്തില്ല. ഫർളും സുന്നത്തുമായ എല്ലാ നിസ്കാരങ്ങളിലും ഇഫ്തിതാഹിന്റെ പ്രാർത്ഥനയുണ്ട്. ഇഫ്തിതാഹിന്റെ പ്രാർത്ഥനയില്ലാത്ത നിസ്കരിക്കൽ കറാഹത്താണ്. മറിച്ച് മയ്യിത്ത് നിസ്കാരത്തിൽ അതില്ല. മയ്യിത്ത് നിസ്കാരത്തിൽ സുജൂദ് റുക്കൂഇല്ല. നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഫർള് ഖിയാമാണ്. രണ്ടാമത് സുജൂദും മൂന്നാമത് റുക്കൂഉം. ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ഖിയാമ മാത്രമാണ് മയ്യിത്ത് നിസ്കാരത്തിൽ ഉള്ളത്. സൂറത്ത് ഓതലും മയ്യിത്ത് നിസ്കാരത്തിൽ സുന്നത്തില്ല. മറിച്ച് മറ്റെല്ലാ നിസ്കാരത്തിനും സൂറത്ത് ഓതാതിരിക്കൽ കറാഹത്താണ്. അതെന്താ? മയ്യിത്ത് നിസ്കാരം വളരെ പെട്ടെന്ന് നടക്കേണ്ട നിസ്കാരമാണ്. മയ്യിത്ത് നിസ്കാരം വളരെ പെട്ടെന്ന്. പക്ഷേ ആ മയ്യിത്ത് നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുണ്ട്, നബി കുടുംബത്തിന്റെ മേൽ സ്വലാത്തുണ്ട്. അപ്പോൾ എത്ര സലാത്തുകളാണ് ആ കുടുംബത്തിന് ഒരു ദിവസം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? കോടിക്കണക്കിന് സ്വലാത്തുകൾ. ആ കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൊരു വിഹിതം ഈ അബ്ദു ഷംസിന്റെ മക്കൾക്കും നൗഫലിന്റെ മക്കൾക്കും ഇല്ല. അബ്ദു ഷംസിന്റെ മക്കളിൽ വലിയ ബഹുമാനമുള്ളവരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അബൂ സുഫിയാൻ ആ കുടുംബത്തിൽപ്പെട്ടയാളാണ്.
മുആവിയത്ത് റളിയല്ലാഹു അൻഹു കുടുംബത്തിൽപ്പെട്ടയാളാണ്. നൗഫലിന്റെ കുടുംബത്തിലും വലിയ ബഹുമാനമുള്ളവരുണ്ട്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ആ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങളും നിങ്ങളെ കുടുംബമല്ലേ എന്ന് ചോദിച്ചിരുന്നു. ഹാഷിമിന്റെ മക്കളിൽപ്പെട്ടയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഹാഷിം തങ്ങളെ ഉപ്പാപ്പയാണ്. എന്നാൽ പിന്നെ മുത്തലിബ് ഞങ്ങളെ പോലെ തന്നെ ഹാഷിമിന്റെ ജേട്ടനല്ലേ, അല്ലെങ്കിൽ അനുജനല്ലേ, സഹോദരനല്ലേ? അപ്പൊ ഹാഷിമിന്റെ മുത്തലിബിന്റെ മക്കളെ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് ഞങ്ങളെയും ഉൾപ്പെടുത്തണ്ടേ എന്ന് ചോദിച്ചിരുന്നു. സാമ്പത്തികമായിട്ടും വലിയ ലാഭം ആ കുടുംബത്തിൽപ്പെട്ടവർക്കുണ്ടായിരുന്നു. പിൽക്കാലത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് വരിവെക്കുമ്പോൾ, ഫൈസത്ത് വരിവെക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് വിഹിതമുണ്ട്. ആ വിഹിതവും അബ്ദുശംസിന്റെ മക്കൾക്കും നൗഫലിന്റെ മക്കൾക്കും തങ്ങൾ കൊടുത്തിരുന്നില്ല. കാരണം അവർ നബി കുടുംബത്തിൽപ്പെട്ടവരല്ല. എന്തായിരുന്നു ഒരു കാരണമുണ്ട്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ, തങ്ങളെ കുടുംബത്തിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കെതിരെ മക്കക്കാര് ഉപരോധമേർപ്പെടുത്തിയപ്പോൾ, വിവാഹബന്ധങ്ങൾ തടഞ്ഞപ്പോൾ, എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ച വിശ്വാസികളെയും ഒറ്റപ്പെടുത്തിയപ്പോൾ, അന്ന് അബൂ ത്വാലിബിന് 80-ൽ ചില്ലാനം വയസ്സ് പ്രായമുണ്ട്. 80-ൽ ചില്ലാനം വയസ്സ് പ്രായമുള്ള അബൂ ത്വാലിബ് അന്ന് മക്കയിലുള്ള എല്ലാ കുടുംബത്തിലും കയറിയിറങ്ങുകയാണ്. കയറിയിറങ്ങിയിട്ട് പറയുകയാണ്, അബ്ദുമനാഫിന്റെ മക്കളോട് മുഴുവനും പറഞ്ഞു, മുഹമ്മദിനെ നാം ഒറ്റപ്പെടുത്തരുത്, ഉപരോധത്തിൽ നമ്മൾ പങ്കെടുക്കരുത്. മുഹമ്മദിനെയും തന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകളെയും ഈ രൂപത്തിൽ വീടുകളിൽ നിന്ന് പുറത്താക്കി ശൈബ് അബീ ത്വാലിബിലേക്ക് അങ്ങ് മാറ്റി താമസിപ്പിച്ചപ്പോൾ, നാം മക്കക്കാര് ഖുറൈശികൾ ചെയ്യുന്ന ഈ തോന്നിവാസത്തിൽ പങ്കുചേരരുത് എന്ന് പറഞ്ഞപ്പോ അബ്ദുശംസിന്റെ മക്കളും നൗഫലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരും അത് സ്വീകരിച്ചില്ല, അത് ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് നബി കുടുംബം എന്ന് പറഞ്ഞ പ്രത്യേകത അവർക്ക് കിട്ടിയില്ല. കോടിക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് പ്രാർത്ഥനകളിൽ അവർക്ക് വിഹിതമില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ ഹാഷിമും അബ്ദുശംസും സയാമീസ് ഇരട്ടകളായിരുന്നു. രണ്ടുപേരും ബഹുമാനപ്പെട്ട ഹാഷിമിന്റെ തലയില് അബ്ദുശംസിന്റെ കാലുകൊട്ടി പിടിച്ചിരുന്നു. പ്രസവിക്കുന്ന സമയത്ത് എങ്ങനെയാ, പിന്നീട് അതങ്ങ് വേർപ്പെടുത്തിയതാ, അന്ന് തന്നെ രക്തം പൊട്ടിയതാ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്ത് കാലത്ത് കുറഞ്ഞ കാലങ്ങളിൽ മാത്രമാ അവര് പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലുമായിട്ട് ജീവിച്ചത്. നേരത്തെ അവര് തമ്മിൽ ഫൈറ്റാണ്. പിൽക്കാലത്ത് അമവി ഭരണകൂടവും അബ്ബാസിയ ഭരണകൂടവും ഫൈറ്റു തന്നെയാണ്. അതൊന്നും എന്റെ വിഷയമല്ല. ഉറപ്പെടുത്തിയത് ഹാഷിം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയാണ്. ഹാഷിം മരണപ്പെട്ട് കിടക്കുന്നത് ഗസയിലാണ്. ആ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 4 വയസ്സുള്ളപ്പോ ഷാഫി ഇമാമിനെ ഗസയിൽ നിന്ന് മക്കയിൽ കൊണ്ടുവന്നതാ. ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു ഖാലിദ് സിഞ്ചി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ തന്റെ ഉമ്മ പഠിപ്പിച്ചത്. പിന്നീട് 14 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 16 വയസ്സിന് ശേഷമാ മാലിക് ഇമാമിന്റെ അരികിലേക്ക് പോകുന്നത്. ഇവരൊക്കെ വലിയ ഇമാമിങ്ങളാ, വലിയ പണ്ഡിതന്മാരാ.
മുത്തുനബിയുമായിട്ട് അടുത്ത കാലത്ത് ജീവിച്ചവരാ, സ്വഹാബികളുമായി കണ്ടവരാ. മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കളിൽ നിന്ന് നേർക്ക് നേർ ദീൻ പഠിച്ചു മനസ്സിലാക്കിയ കിബാറു താബീങ്ങളിൽപ്പെട്ട പലരുമായിട്ട് മുസാഹബത്ത് ഉള്ളവരാണ്. ആ ശാഫി ഇമാം പറയുന്നു, എനിക്ക് സ്വഹാബികളിൽ നിന്ന്, എനിക്ക് താബീങ്ങളിൽ നിന്ന്, എനിക്ക് താബീങ്ങളിൽ വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു വർഷത്തിലെ 5 ദിവസങ്ങൾ വലിയ പുണ്യപ്പെട്ട ദിവസങ്ങളാ. അല്ലാഹുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രികളും പകലുകളുമാ, പുണ്യപ്പെട്ട ദിനരാത്രങ്ങളാ. ഒരു വർഷത്തിലെ 5 ദിനരാത്രങ്ങൾ. ഒന്നേതാണ് ബലിപെരുന്നാളിന്റെ ദിവസം. ഏത് മുസ്ലിമും, നിസ്കരിക്കുന്ന മുസ്ലിമും നിസ്കരിക്കാത്ത മുസ്ലിമും, മതബോധമുള്ള മുസ്ലിമും മതബോധമില്ലാത്ത മുസ്ലിമും, ദീനിന്റെ ശിആറുകളെ ഉൾക്കൊള്ളുന്ന മുസ്ലിമും ഉൾക്കൊള്ളാത്ത മുസ്ലിമും, പേരുകൊണ്ട് മുസ്ലിമാണോ, മുസ്ലിം കുടുംബത്തിൽ പിറന്നവനാണോ, അവന് പെരുന്നാളിനോട് ആദരവാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ മുൻപിലാണ്. പെരുന്നാളിനൊക്കെ അവൻ സജീവമാണ്. ചെറിയ പെരുന്നാളും അങ്ങനെ തന്നെയാണ്. 2ാമത്തെ ദിവസം ചെറിയ പെരുന്നാളാണ്. 3ാമത്തൊരു ദിവസമുണ്ട്. ഏറ്റവും പുണ്യപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. അതും ആഴ്ചയിലെ ഏറ്റവും പുണ്യപ്പെട്ട ദിനരാത്രങ്ങളാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുത്തു മുഅ്മിനീങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകള്, മുത്തുനബിക്ക് ചെല്ലുന്ന സ്വലാത്തുകള് നേരിട്ട് മലക്കുകൾ മുഖേനയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എടുത്തു കാണിക്കപ്പെടുന്നതും തങ്ങളത് കേൾക്കുന്നതും അർശിൽ നിന്ന് അടിച്ചു വീശുന്ന സുന്ദരമായ ഒരു കാറ്റിലൂടെ മുത്തുനബിയിലേക്ക് എത്തിക്കപ്പെടുന്നതുമായ സ്വലാത്തിന്റെ ദിവസമാ. ഏറ്റവും കൂടുതൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ദിവസമാ. തങ്ങൾ തിരിച്ചറിയുന്ന ദിവസമാ. തങ്ങൾ നേരിട്ട് കേൾക്കുന്ന ദിവസമാ. മലായികത്തിന് ലീവുള്ള ദിവസമാ. ആ ദിവസവും പുണ്യപ്പെട്ട ദിനരാത്രങ്ങളാ. അതുകൊണ്ടാ നമ്മുടെ പൂർവീകരായ ആളുകള് അവർക്ക് വെള്ളിയാഴ്ച രാവെന്ന് പറയുമ്പോ, വെള്ളിയാഴ്ച പകലെന്ന് പറയുമ്പോ എന്തൊരാവേശമാണ്. അന്ന് ധരിക്കാനായി പ്രത്യേകം വസ്ത്രങ്ങളാ. അന്ന് സുബ്ഹാനല്ലാഹ്, അന്ന് പ്രത്യേകം വിഭവങ്ങളാ. അന്ന് പ്രത്യേകം സദഖ ചെയ്യൽ സുന്നത്താ. അന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. ഈ രാവും പകലും പുണ്യപ്പെട്ട രാവും പകലുമാണ്. ആഴ്ചയിൽ മടങ്ങി വരുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് ആഘോഷമാണ്. മുഅ്മിനീങ്ങൾക്ക് അതൊരു പെരുന്നാൾ ദിവസം പോലെയാണ്. ആ ദിവസം പരിഗണിക്കണം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞത് കാണാം. മുസ്ലിം സമുദായത്തിൽ ആദ്യമായിട്ട് മൂല്യശോഷണം സംഭവിച്ചത്, ഈ ഉമ്മത്തിൽ ആദ്യം വന്ന ബിദ്അത്ത്, ഈ ഉമ്മത്തിൽ ആദ്യമായിട്ടുണ്ടായ പരാജയം, ഈ ഉമ്മത്തിന് ആദ്യമായിട്ട് വന്നു ചേർന്നിട്ടുള്ള നഷ്ടങ്ങള് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഉൾക്കൊള്ളാത്തതാ. ഞാൻ ചോദിക്കുന്നു സഹോദരാ, ഈ കോഴിക്കോട് ജില്ലയുടെ ഈ താമരശ്ശേരി പ്രദേശങ്ങളില്, കൊടുവള്ളി പ്രദേശങ്ങളില്, അതുപോലെ തന്നെ പലയിടങ്ങളിലും മലപ്പുറം ജില്ലയിലല്ലാത്ത ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ നേരത്തെ 9 മണിയാകുമ്പോഴേക്ക് 8 മണിയാകുമ്പോഴേക്ക് പള്ളിയിൽ വരുന്ന, 9 മണിയാകുമ്പോഴേക്ക് പള്ളിയിൽ വരുന്ന, 10 മണിയാകുമ്പോഴേക്ക് പള്ളികൾ നിറയുന്ന ഈ എത്ര മഹല്ലുകൾ ഉണ്ടായിരുന്നു. അല്ലാഹ്, കോഴിക്കോട് ജില്ലയിൽ മുത്തഅല്ലിമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഉറുദി പറയാൻ വേണ്ടി പോകുമ്പോ കാലത്ത് 8 മണിക്ക് തന്നെ പള്ളിയിൽ ഒരു
ഒരുമിച്ച് കൂടുന്ന എത്രയെത്ര മുഅ്മിനീങ്ങളാണ്. ഇന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചോ, എത്ര സജീവമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണെങ്കിലും സജീവമായി നമ്മുടെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും 11 മണിക്ക് മുമ്പ് പള്ളി ജുമുഅക്കെത്തുന്ന വല്ലവരുമുണ്ടോ? അപൂർവമല്ലേ. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, ഈ ഇരിക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം ഫത്ഹുൽ മുഈൻ ഓതിയവരോ? അല്ലാഹ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ചത്തെ പ്രത്യേക സുന്നത്താണ് തലപ്പാവ് ധരിക്കല്. ആലിമീങ്ങളല്ല, മുതഅല്ലിമീങ്ങളല്ല. ആലിമീങ്ങൾ എപ്പോഴും തലപ്പാവ് ധരിക്കുന്നവരാ, മുതഅല്ലിമീങ്ങൾ എപ്പോഴും തലപ്പാവ് ധരിക്കുന്നവരാ. ആ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളുമല്ലാത്ത സാധാരണക്കാർക്കും തലപ്പാവ് ധരിക്കൽ പ്രത്യേകം സുന്നത്താണ്. വതഅമ്മുമുൻ, തലപ്പാവ് ധരിക്കുക. ഞാൻ ചോദിക്കുന്നു, മുമ്പ് 10-40 ആളുകളുള്ള ഒരു വേദിയാണെങ്കിൽ, ഒരു മജ്ലിസാണെങ്കിൽ, ഒരു കല്യാണ നിശ്ചയമാണെങ്കിൽ, ഒരു നിക്കാഹിന്റെ സദസ്സാണെങ്കിൽ, അതുപോലെ ആളുകൾ പരിഗണിക്കപ്പെടുന്ന ഒരു വേദിയാണെങ്കിൽ 40 വയസ്സിന്റെ മീതെയുള്ള ഒട്ടുമിക്ക ആളുകളും മുണ്ടുകൊണ്ട് തലപ്പാവ് കെട്ടിയവരാണ്. ഇന്നല്ലാഹ ഇന്നൽ മലായികത ലയുസല്ലൂന അലാ സുഹാബിൽ അമായിമി യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം തലപ്പാവ് ധരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുണ്ട്. മലായികത്തിന്റെ അവര് പൊറുക്കൽ തേടുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് മഖ്ദൂം തങ്ങൾ പോലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും തലമറക്കുന്നവരാ. ടവൽ ഉപയോഗിക്കുന്നതിന് പകരം അധികം ആളുകളും തൊപ്പിയിടുന്നവരാ. അതേ സമയത്ത് 40, 50, 60, 70 ഒക്കെ വയസ്സുള്ള ഏതെങ്കിലും ഒരാള് തലപ്പാവ് കെട്ടുന്ന ശീലമുണ്ടോ? അങ്ങനെ ഒരു പതിവ് ഉണ്ടോ? പഴയകാലത്ത് നല്ല കാരണവന്മാരെ നിങ്ങൾ എടുത്തു നോക്കൂ. ഇന്ന് എനിക്ക് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഓർമ്മ വന്നിരിക്കുന്നത് 2 കാരണവന്മാരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അവര് സജീവമായി നമ്മുടെ പ്രവർത്തകരാണ്. അവർക്ക് 60 ചില്ലാൻ 70ഓളം വയസ്സ് പ്രായമുണ്ട്. അവര് തൊപ്പിയിടുന്നത് കണ്ടിട്ടില്ല. അവരിപ്പോഴും തലപ്പാവ് കെട്ടുന്നവരാ. നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ അങ്ങനെ തലപ്പാവ് കെട്ടിയവരാ. ഞാൻ പറഞ്ഞു വരുന്നത്, വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഈ ഉമ്മത്തി എന്നാണോ കളഞ്ഞു കുളിച്ചത്, ഞായറാഴ്ച പോലെ, തിങ്കളാഴ്ച പോലെ, മറ്റു ദിവസങ്ങളെ പോലെയല്ലാതെ ഈ വെള്ളിയാഴ്ചക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇന്നത്തെ മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ കണ്ടിട്ടുണ്ടോ? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി ഹിജ്റ 505 വഫാത്തായ മഹാന, 450 ജനിച്ചവരാ. വസാലി ഇമാമിന് ശേഷം വസാലി ഇമാമിനെ പോലത്തെ ഒരു പണ്ഡിതൻ ഈ ഉമ്മത്തിൽ വന്നിട്ടില്ല എന്ന് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാര് ഇത്തിഫാഖാണ്. പക്ഷേ വസാലി ഇമാം പറഞ്ഞ ആ കാര്യത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുസ്ലിമീങ്ങളെ, വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ നമ്മിൽ നിന്ന് എടുത്തു പോയി. വെള്ളിയാഴ്ച അൽകഫ് ചുരുങ്ങിയത് 3 പ്രാവശ്യം ഓതുക. വെള്ളിയാഴ്ച 300 സ്വലാത്തെങ്കിലും ചൊല്ലുക. അത് പുണ്യപ്പെട്ട ഒരു ദിനരാത്രമാണെന്ന് എനിക്ക് വിവരം കിട്ടിയതാ. റജബ് മാസത്തിലെ ആദ്യത്തെ രാവും അതുപോലെ പുണ്യപ്പെട്ട ഒരു രാവാ. ലൈലത്തുൽ ഖദ്ർ പുണ്യപ്പെട്ട രാവാണ്. പക്ഷെ ആ രാവ് എന്നാണെന്ന് നിശ്ചയമില്ല. 21-നാവാം, 23-നാവാം, 27-നാവാം, 25-നാവാം, 17-നാവാം, റമദാനിനാവാം, റമദാൻ അല്ലാത്ത മാസത്തിലും ആവാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് കൃത്യമല്ല.
അതേ സമയത്ത് റജബ് മാസത്തിന്റെ ഒന്നാമത്തെ രാവ് അത് കൃത്യമായ രാവാ. വെള്ളിയാഴ്ച രാവ് കൃത്യമായ രാവാ. പെരുന്നാൾ രാവ് കൃത്യമായ രാവാ. ഇതൊക്കെ പുണ്യപ്പെട്ട രാവാ. പാപങ്ങൾ പൊറുപ്പിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യാൻ പറ്റിയ രാവാ. അതുപോലെ തന്നെ ബറാഅത്ത് രാവുമാണ്. ഈ 5 ദിനരാത്രങ്ങൾ പുണ്യപ്പെട്ടതാണ്, പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്നതാണെന്ന് എന്നോട് പറഞ്ഞതാരാ? അതേ പൂർവികരായ സഹാബത്ത് താബീങ്ങൾ ഉൾക്കൊള്ളുന്ന അവർ എന്നോട് എനിക്ക് വിവരം കിട്ടിയതാ, അവര് പറഞ്ഞതാ. പറയുന്നത് ശഫീഇ ഇമാമ റളിയല്ലാഹു അൻഹു. ശഫീഇ ഇമാമ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വിശ്വാസം ഇവിടെ പോയി. ശഫീഇ ഇമാം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? ഞാനും നിങ്ങളും ഇന്ന് ഇശ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, മറ്റുള്ള ആരാധനകൾ മുഴുവൻ നിർവഹിക്കുമ്പോൾ ഫോളോ ചെയ്ത ബഹുമാനപ്പെട്ട ശഫീഇ ഇമാമിനെയാണ്. കോടിക്കണക്കിന് അനുയായികൾ ബഹുമാനപ്പെട്ട ശഫീഇ ഇമാമിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇബാദത്തുകൾ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇമാമുന ശഫീഇ റളിയല്ലാഹു അൻഹു. ഒരു മുസ്ലിമായ ഒരു മനുഷ്യനൊരു പേടി വേണം. മുഅ്മിനാണോ പേടി വേണം. ഞാനും നിങ്ങളും മുഅ്മിനാണോ? ഈമാൻ എന്ന പ്രത്യേകത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ? ഈമാൻ ഉണ്ടെങ്കിലല്ലേ ഇതിനൊക്കെ കാര്യം കിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഞാൻ വളരെ വ്യസനത്തോടു കൂടി പറയുകയാ, ഈമാനോടുകൂടി ജീവിച്ചെങ്കിലല്ലേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് സ്വീകാര്യതയുള്ളൂ. നേരത്തെ ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? മൻ അമില സ്വാലിഹൻ വഹുവ മുഅ്മിനുൻ. മുഅ്മിനായ അവസ്ഥയിൽ വേണം അമലു ചെയ്യാൻ. അമലുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്, നിസ്കാരത്തിന് വലിയ പ്രതിഫലമുണ്ട്, നോമ്പിന് വലിയ പ്രതിഫലമുണ്ട്, സദഖയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഏത് അമലുകൾക്കും പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാനോടുകൂടി ചെയ്യണം. ഈമാനോടുകൂടി ചെയ്തെങ്കിലേ, ഈമാനോടുകൂടി മരിച്ചെങ്കിലേ ഏത് പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം കിട്ടുകയുള്ളൂ. ഒരു മുഅ്മിനായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മുഅ്മിനിന് വേണ്ടി, മുസ്ലിമിന് വേണ്ടി, മുസ്ലിമത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അല്ലാഹ് അതെല്ലാം ഉപകരിക്കും ഈ മയ്യത്തിന് എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണല്ലോ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും മയ്യത്ത് നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ദിക്റുകൾ ചെല്ലുന്നത്. അതിനാണല്ലോ വലിയ വലിയ ആലിമീങ്ങൾ വന്ന് ദുആ ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാ, കോടിക്കണക്കിന് ആളുകൾ ദിക്റ് ചൊല്ലിയാലും അല്ലാഹ് 10,000-കണക്കിന് ആളുകൾ വന്ന് മയ്യത്ത് നിസ്കരിച്ചാലും മരിച്ച മയ്യത്തിന് പ്രതിഫലം കിട്ടാൻ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, മരണാനന്തര ശേഷം ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന്, നാശനഷ്ടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇത്രയും ആളുകളൊക്കെ ദുആ ചെയ്താൽ ഈ മരിച്ച മയ്യത്തിന് എന്തെങ്കിലും പുണ്യം കിട്ടണമെങ്കിൽ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കണം. ഈമാനോട് കൂടി മരിച്ചെങ്കിലേ ഏത് പ്രവർത്തനങ്ങൾക്കും കൂലി കിട്ടുകയുള്ളൂ, അതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ, അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ വലിയ ധർമ്മിഷ്ഠനായിരുന്നു.
പതിനായിരക്കണക്കിന് ആളുകൾക്ക് ദിനേനെ ഭക്ഷണം വിളമ്പി കൊടുത്ത മനുഷ്യനായിരുന്നു. നേരത്തെ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ വളരെ തമ്മാടിയായിരുന്നു. കുടിയനും നാശകാരിയുമായി ജീവിച്ചിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ കുടുംബം തന്നെ കൊണ്ട് പൊറുതിമുട്ടിയതിന്റെ പേരില് തന്റെ ഉപ്പയും തന്റെ ജ്യേഷ്ഠാനുജന്മാരും തന്നെ കൊണ്ട് പ്രയാസപ്പെട്ടതിന്റെ പേരില് ചില മക്കളുണ്ടല്ലോ വല്ലാതെ തരമാടികളായി തീരുന്നു. ആ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടാ, ചേട്ടന്മാർക്ക് ബുദ്ധിമുട്ടാ, കുടുംബത്തിന് മൊത്തം തലവേദനയാ, നാട്ടുകാർക്ക് മുഴുവനും ശല്യമായി തീരുന്ന മക്കളുണ്ട്. ആ രൂപത്തിലായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ. അങ്ങനെ തന്റെ ജീവിതം എല്ലാവർക്കും വെറുപ്പായ സന്ദർഭത്തില് അലക്ഷ്യമായി എവിടെയെങ്കിലും പോയി തന്റെ ജീവൻ ഒടുക്കണമെന്ന ഉദ്ദേശത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ തന്റെ വീട് വിട്ടിറങ്ങിയത്. അങ്ങനെ ഒരു പർവ്വതത്തിലെത്തിയപ്പോൾ ആ പർവ്വതത്തിൽ അതിഭയങ്കരമായൊരു ഗുഹ കാണുകയാ. ആ ഗുഹയിൽ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ അങ്ങ് ചെല്ലുകയാ. എവിടേക്കും പോകാമല്ലോ, ലക്ഷ്യമില്ലല്ലോ, തിരിച്ചു വരണമെന്ന് ഉദ്ദേശമില്ലല്ലോ, തന്റെ ജീവൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊടുക്കണമെന്ന നീയത്തോടെ അങ്ങ് ലക്ഷ്യമില്ലാതെ നടന്നു പോയിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ ആ സർപ്പമാളത്തിലേക്ക് അങ്ങ് കയറിയപ്പോൾ അതിസുന്ദരമായ ഒരു സർപ്പം ആടുന്നത് കാണുകയോ. ആ സർപ്പത്തെ കണ്ടപ്പോൾ വീണ്ടും അങ്ങോട്ട് ചെല്ലുകയോ. ആ സർപ്പത്തിന്റെ അരികിൽ ചെന്ന് നോക്കുമ്പോ അത് വലിയ സ്വർണ്ണ കൂമ്പാരത്തിന് ചുറ്റിയിട്ട് കവരിരിക്കുന്ന സർപ്പമോ, അതൊരു സ്വർണത്തിന്റെ കളറുള്ള സർപ്പമാ. അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ ഇഷ്ടം പോലെ സ്വർണം വാരിക്കൊണ്ടുവരുന്നു. പ്രത്യേകം അടയാളപ്പെടുത്തി ആവശ്യമാകുന്ന സ്വർണ്ണങ്ങളെടുത്ത് പിന്നെ നാട്ടിൽ വന്ന് തന്നെ കൊണ്ട് പൊറുതിമുട്ടിയ കഷ്ടപ്പെട്ട ഉപ്പയെയും തന്റെ കുടുംബത്തെയും എല്ലാവരെയും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു. അന്നു മുതൽ കോടീശ്വരനായി മാറിയ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹരമായി പിന്നെ കണ്ടത് മക്കയിലുള്ള ആളുകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിയതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിരുന്നു, ഈ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ ഏറ്റവും നല്ല കാര്യമല്ലേ ഭക്ഷണം കൊടുക്കല്? ഇങ്ങനെ ഭക്ഷണം കൊടുത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ അത് ഉപകരിക്കുമോ? മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല. ആ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നിന്ന് കുറഞ്ഞത് മതിയായിരുന്നു എത്രയോ ആളുകൾക്ക് രക്ഷപ്പെടാൻ. പക്ഷേ ആ മനുഷ്യൻ അതൊന്നും ഉപകരിക്കുകയില്ല. ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഖതിയതി യൗമദ്ദീൻ പരലോകം കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. പ്രതിഫലത്തിന്റെ നാള് കൊണ്ട് വിശ്വസിക്കാത്തതിനാൽ, ആഖിറം കൊണ്ട് വിശ്വസിക്കാത്തതിനാൽ ആ മനുഷ്യന് അതൊന്നും ഉപകരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് അമലുകളും ഉപകരിക്കാൻ മരിക്കുന്ന സമയത്ത് ഈമാൻ വേണം. ഈമാനോ വിശ്വാസമോ, അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഈ വിശ്വാസം രൂഢമൂലമായി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വലാ നഅമിനഹു ഇല്ലാ മുനാഫിഖുൻ. ഈമാന്റെ കാര്യത്തിൽ പേടിക്കുന്നവൻ മുഅ്മിനാണ്. എന്റെ ഈമാൻ ശരിയായിട്ടില്ലയോ, എന്റെ ഈമാൻ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. അതേ അരൂപിയായ അല്ലാഹ്
എല്ലാം സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന അല്ലാ, സ്ഥലകാലധീതനായ അല്ലാ, ആകാശഭൂമികളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാ, ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാ, എല്ലാം സൃഷ്ടിക്കുന്ന അല്ലാ, എല്ലാം അറിയുന്ന അല്ലാ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലാ, അങ്ങനത്തെ ഒരു അല്ലാഹുവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അചഞ്ചലമായി വിശ്വസിച്ചിട്ടുണ്ട്, സ്ഥലകാലധീതനായ അല്ലാഹുവിനെ പറ്റി വിശ്വസിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിശ്വാസം എപ്പോഴാ എന്നിൽ നഷ്ടപ്പെട്ടു പോവുക? എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്കറിയുമോ, അതേ ശരിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവന്റെ ശരിയായ ബുദ്ധി ഉപയോഗിച്ച് നല്ല രൂപത്തിൽ ചിന്തിച്ചാൽ അവന് ബുദ്ധി കൊണ്ട് അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയും, അരൂപിയായ അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയും. ആകാശഭൂമികൾക്ക് അതീതമായ ആകാശഭൂമിക്കപ്പുറത്തുള്ള അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയും. എല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയും. എല്ലാ സിഫാത്തുകളുമുള്ള അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയും. ബുദ്ധി കൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിയും. ബുദ്ധി കൊണ്ട് തന്നെ അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയും. അതേ സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ, ഒരു മനുഷ്യന് ഒരു കാലത്തും എത്ര ചിന്തിച്ചാലും മലക്കുകൾ എന്നൊരു വിഭാഗത്തെ വിശ്വസിക്കാൻ കഴിയൂല, ചിന്തിക്കാൻ കഴിയൂല. ചിന്തിച്ച് മലക്കുകളെ കണ്ടെത്തൂല. ഒരു ജിബ്രീലിനെയോ ഒരു മീകായിലിനെയോ ഒരു മലക്കിനെയോ ഒരാളെയും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുകയില്ല. മനുഷ്യന്റെ അറിവിന്റെ മാപിനി കൊണ്ട് അളക്കാൻ കഴിയില്ല. അത് മുത്തുനബി പറഞ്ഞതുകൊണ്ട് മാത്രമുള്ള വിശ്വാസമാ. അതുപോലെ അല്ലാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ, അവന്റെ മറ്റുള്ള കലാം, അക്ഷരങ്ങളില്ലാത്ത, ശബ്ദങ്ങളില്ലാത്ത, തുടക്കങ്ങളില്ലാത്ത, ഒടുക്കമില്ലാത്ത ഒരു കലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? പക്ഷേ ഞാനും നിങ്ങളും അത് വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസം എപ്പോഴാ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക? എപ്പോഴാ നമ്മുടെ വിശ്വാസത്തിന് വ്യതിയാനം സംഭവിക്കുക? എപ്പോഴാ നമ്മുടെ ചിന്തക്ക് മാറ്റം വരിക? എപ്പോഴാ ചിന്തയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോവുക എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കറിയൂലേ? ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വാസി മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ഒരു സിദ്ദീഖ് തങ്ങളാ, ഞങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ഒരു സിദ്ദീഖ് തങ്ങളാ, ഞങ്ങളിൽ ഏറ്റവും സമാധാനമുള്ളത് സിദ്ദീഖ് തങ്ങളാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധൈര്യവാൻ സിദ്ദീഖ് തങ്ങളാ, ഞങ്ങളിൽ ഏറ്റവും വലിയ ധീരൻ സിദ്ദീഖ് തങ്ങളാ, ഞങ്ങൾ വെച്ച് ഏറ്റവും തഖ്വയുള്ള ഒരു സിദ്ദീഖ് തങ്ങളാ. വസയുജന്നബുഹൽ ലത്ഖല്ലദീ യുതീമാലഹു യതസക്കാ, ഏറ്റവും വലിയ ഭക്തൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോ, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി തീർന്നപ്പോ മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട് അല്പം സമയം കൊടുക്കുകയാ. ആ സമയം കൊടുക്കുന്ന സമയത്ത് ദുആ കൊണ്ടോ ഖിറാത്ത് കൊണ്ടോ ശുഗലാവണം. ഖിറാത്ത് കൊണ്ട് ശുഗലാവലായ ഏറ്റവും നല്ലത്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ ഓതുന്നത് ഞാൻ കേട്ടതാ. അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചൊരിയുകയാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, റിക്കാർഡ് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട, നിങ്ങളെ കമന്റുകൾ വേണ്ട. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്താണ് പേടിയില്ലാത്തത്? എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും പേടിയുണ്ട്. മാരകമായ രോഗം എപ്പോഴാ വന്ന് പെടുന്നത്? ആ രോഗം നമുക്ക് വിടുമോ എന്ന് പേടിയുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് ബോഡി ചെക്കപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ട് പരിശോധിക്കുന്നുണ്ട്. വലിയ രോഗങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ കുത്തിവെപ്പുകൾ നടത്തുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് നമുക്ക് നല്ല പേടിയുണ്ട്. നമ്മുടെ കച്ചവടം തകരുമോ എന്ന പേടിയുണ്ട്. നമ്മുടെ കച്ചവടത്തിന്റെ തൊട്ട് മുമ്പിൽ മറ്റൊരാൾ വന്നുകൊണ്ടൊരു പീടിക തുടങ്ങുമോ എന്ന് പേടിയുണ്ട്. സാമ്പത്തികമായി നഷ്ടം വരുമോ എന്ന് പേടിയുണ്ട്. ഈട് എപ്പോഴെങ്കിലും അന്വേഷിക്കാൻ വരുമോ എന്ന് പേടിയുണ്ട്. സാമ്പത്തിക സ്രോതസ്സിന്റെ അടിത്തറ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ നമുക്ക് പേടിയുണ്ട്. എല്ലാ അർത്ഥത്തിലും നമുക്ക് പേടിയുണ്ട്. മക്കളെ കാര്യത്തിൽ നമുക്ക് പേടിയുണ്ട്. ഭാര്യയുടെ കാര്യത്തിൽ നമുക്ക് പേടിയുണ്ട്. മാതാപിതാക്കളെ കാര്യത്തിൽ നമുക്ക് പേടിയുണ്ട്. പല കാര്യങ്ങളിൽ നമുക്ക് പേടിയുണ്ട്. രാഷ്ട്രീയപരമായിട്ട് അടുത്ത ഇലക്ഷന് വിജയിക്കൂലേ എന്ന പേടിയുണ്ട്. കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ട്. നമ്മുടെ പാർട്ടിക്ക് അധികാരം കിട്ടൂലേ എന്ന് പേടിയുണ്ട്. ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്ക് പേടിയുണ്ട്. ഏതോ വലിയ വിൽപ്പന നടത്തിയത്, അല്ലെങ്കിൽ കച്ചവടം നടത്തിയത്, ബ്ലാക്ക് ബിസിനസ് നടത്തിയത്, അത് പൊളിക്കുമോ എന്ന പേടിയുണ്ട്. പല കാര്യങ്ങളെ പറ്റിയും പേടിയുണ്ട്. നമ്മൾ വലിയ കൊട്ടാര സമാനമായ വീട് ഉണ്ടാക്കിയത്, അത് എപ്പോഴാ അന്വേഷണം വരിക എന്ന് പേടിയുണ്ട്. അതിന് ടാക്സ് വർദ്ധിക്കുമോ എന്ന പേടിയുണ്ട്. ആഡംബര ടാക്സ് നൽകേണ്ടി വരുമോ നമുക്ക് പേടിയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് പേടിയുണ്ട്. ലണ്ടനിൽ പഠിക്കാൻ പോയ മക്കളെ കുറിച്ച് പേടിയുണ്ട്. അങ്ങ് സൗദി അറേബ്യയിൽ എപ്പോഴാ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ എപ്പോഴാ, UAE എപ്പോഴാ, എല്ലാം കൂടി തട്ടി ഇങ്ങോട്ട് കയറ്റിവിടുന്നത് എപ്പോഴാ പേടിയുണ്ട്. നമ്മുടെ കെഫീൽ എപ്പോഴാ നമ്മുടെ കച്ചവടം മൊത്തം പിടിച്ചെടുക്കുന്നത് നമുക്ക് പേടിയുണ്ട്. എല്ലാ കാര്യത്തിലും നമുക്ക് പേടിയുണ്ട്. മോനെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, എപ്പോഴെങ്കിലും നിനക്കൊരു പേടി തോന്നിയിട്ടുണ്ടോ? എന്റെ വിശ്വാസം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? എന്റെ ഈമാൻ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ച വിശ്വാസം, മലക്കുകളെ കുറിച്ച് വിശ്വസിച്ച വിശ്വാസം, ആഖിറത്തെ കുറിച്ച് വിശ്വസിച്ച വിശ്വാസം, ഖബറിനെ കുറിച്ച് വിശ്വസിച്ച വിശ്വാസം, മുൻകർ നകീറിനെ കുറിച്ച് വിശ്വസിച്ച വിശ്വാസം, എന്റെ വിശ്വാസം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? ഒരു മുടിയേഴ് ചീന്താക്കിയാൽ എത്ര വലിപ്പം ഉണ്ടാകും? അങ്ങനെ 15,000 കിലോമീറ്റർ അകലങ്ങളിലായി നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ടൊരു പാലമുണ്ട്. ആ പാലത്തെ കുറിച്ച് ഉസ്താദുമാര് പറഞ്ഞു തന്നിട്ടുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. മാത്രമല്ല അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദ് തങ്ങൾ വിവരിച്ചിട്ടുണ്ട്, മഹാനായ അലി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്, സയ്യിദ് ഷരീഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹസൻ അശ്അരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം മാതുരിദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർതുബി തങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട്, ഇമാം റാസി തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരൊക്കെ പഠിപ്പിച്ചൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ഒത്തുപള്ളിയിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്, കിതാബിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ വിശ്വാസം എപ്പോഴെങ്കിലും നഷ്ടപ്പെടുമോ? അത്ര വലിയ പാലമോ, അത്ര വലിയ നരകമോ, നന്മകളും തിന്മകളും തൂക്കപ്പെടുകയോ, അത് തൂക്കപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് പ്രതിഫലം കണക്കാക്കി കൊടുക്കുകയോ, ഖബറിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയോ, ഖബർ വിശാലമാക്കപ്പെടുകയോ? ഇന്ന് ഞാനും നിങ്ങളും അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസം എപ്പോഴെങ്കിലും നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് മോനെ, നീ എപ്പോഴെങ്കിലും നിനക്ക് പേടി തോന്നിയിട്ടുണ്ടോ? നിന്റെ വിശ്വാസം ഏതെങ്കിലും പിശാചോ, ഏതെങ്കിലും ഇബ്ലീസോ, ഏതെങ്കിലും മുബ്തദീങ്ങളോ, ഏതെങ്കിലും കള്ളത്വരീക്കത്തിന്റെ ശൈഖുമാരോ നിന്റെ വിശ്വാസത്തിൽ നിന്നെ പിന്തിരിപ്പിക്കുമോ? അല്ലെങ്കിൽ യുക്തിവാദികളോ, മതനിരാസത്തിന്റെ ആളുകളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരം മുട്ടിച്ച് നിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്നെപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാമിനഹു, ഈമാൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പേടിയില്ലാതെ അത് നിന്നെ തൊട്ട് നിർഭയമുള്ളത് മുനാഫിക്കാ. സ്വഹാബത്തിന് പേടിയാ, അയിമ്മത്തുകൾക്ക് പേടിയാ, ഔലിയാക്കൾക്ക് പേടിയാ, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് പേടിയാ, ഖാജാ തങ്ങൾക്ക് പേടിയാ, മഴപ്പെട്ടവർക്ക് മുഴുവനും പേടിയാ. ഈമാനെ കുറിച്ച് പേടിച്ചവരാ.
ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനായ മനുഷ്യൻ ഈമാന്റെ കാര്യത്തിൽ എപ്പോഴും പേടിയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓതുന്നത് എന്താ? റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. കാലച്ചെറുപ്പം മുതൽക്ക് ഞങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയതാ. മാർക്ക കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഉമ്മാന്റെ അമ്മാവന്റെ കൈ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ വീട്ടിലെ കാരണവരെ കൈ പിടിച്ചിട്ടോ, ചേട്ടന്റെ കൈ പിടിച്ചിട്ടോ, ഉപ്പാന്റെ കൈ പിടിച്ചിട്ടോ, അന്ന് മുതൽ പള്ളിയിൽ പോകാൻ തുടങ്ങിയതാ. അന്ന് മുതൽ നിസ്കരിക്കാൻ തുടങ്ങിയതാ. അന്ന് മുതൽ ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊള്ളാൻ തുടങ്ങിയതാ. 10-14 മണിക്കൂർ ചൂടുള്ള, അതേ കഠിനമായ ചൂടുള്ള സന്ദർഭത്തിൽ പോലും നോമ്പ് നോറ്റിരുന്നതാ. സമ്പത്തിന്റെ അളവനുസരിച്ച് സക്കാത്ത് കൊടുത്തിരുന്നതാ. ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലെ വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്നതാ. ആ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കല്ല, ഞങ്ങളെ മാറി ചിന്തിപ്പിക്കല്ല, ഹൃദയം തെറ്റിച്ചു കളയല്ല. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ആഖിർ സമാനിലെ മക്കളെ, മരിക്കുന്ന സമയത്ത് പിശാച് മനുഷ്യന്റെ ഈമാൻ തെറ്റിക്കാൻ വരുമെന്ന് പഴയകാലം മുതൽക്ക് കേട്ടിട്ടുണ്ട്. ഉസ്താദുമാര് വഅദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അയിമത്തി എഴുതി വെച്ചത് കേട്ടിട്ടുണ്ട്, പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. ദഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കുസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ, ബദരീങ്ങളാൽ തുണ റബ്ബനാ. മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റിക്കാൻ ഇബ്ലീസുൽ ലഈൻ വന്നുകൊണ്ട് പിഴപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മോനെ, നീ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ മനുഷ്യന്റെ അടുത്തും ഇബ്ലീസ് വരുന്നത് ഇബ്ലീസിന്റെ രൂപത്തിലല്ല. ഇബ്ലീസിന്റെ രൂപം നമുക്കറിയാമല്ലോ. ഇബ്ലീസിന്റെ കണ്ണ് നമ്മുടെ കണ്ണ് പോലെ വിലങ്ങനെയല്ല, അത് മൂക്ക് പോലെ നീളത്തിലാ. ഇബ്ലീസിന്റെ താടി 7 രോമങ്ങളാ. ഇബ്ലീസിന്റെ മൂക്കതാ കാളയുടെ മൂക്ക് പോലെയാ. ഇബ്ലീസിന്റെ എല്ലാ രൂപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുൻപിൽ വ്യക്തമായി കാണിച്ചു കൊടുത്തപ്പോൾ സ്വഹാബത്തിന് പഠിപ്പിച്ചതാ. അടച്ചിടപ്പെട്ട വാതിലിന്റെ അരികിൽ മുട്ടിയിട്ട് ഇബ്ലീസുൽ ലഈൻ വന്നപ്പോ ഹബീബ് പരിചയപ്പെടുത്തിയതാ, ഇവൻ ഇബ്ലീസാ, ഇവൻ പിശാചാ. അവന്റെ രൂപഭാവങ്ങള്, അവന്റെ കോലങ്ങള് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തതാ. ആ ഇബ്ലീസിന്റെ കോലത്തിലാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ വരുന്നതെങ്കിൽ തിരിച്ചറിയുന്നതാ, ഇത് പിശാചാണെന്ന് തിരിച്ചറിയുന്നതാ. പക്ഷെ ഒരൊറ്റ മുഅ്മിനായ മനുഷ്യന്റെ അരികില്, ഒരു മുഅ്മിനത്തായ പെണ്ണിന്റെ അരികില് 24 മണിക്കൂറും ഖുർആൻ ഓതിയിരുന്ന പാവപ്പെട്ട ഉമ്മാന്റെ അരികില്, അല്ലെങ്കിൽ പാവപ്പെട്ട ഉപ്പാന്റെ അരികില് ഇബ്ലീസ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരുന്നത് ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ആദരിച്ച, വിശ്വസിച്ചവരെ രൂപത്തിലാ, ഉസ്താദിന്റെ രൂപത്തിലാ, മരിച്ച ഉപ്പയുടെ രൂപത്തിലാ, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തിലാ. ആ രൂപത്തിൽ വന്നുകൊണ്ട് പിശാച് പറയുന്നതാ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാ, ബർസഖി ലോകത്തെത്തിയതാ, ആഖിറത്തിലെത്തിയതാ. ഇവിടെ രക്ഷയുള്ളത് മുസ്ലിമീങ്ങൾക്കല്ല, ഇവിടെ രക്ഷയുള്ളത് ഖുർആനിന്റെ ആളുകൾക്കല്ല. ഇവിടെ ഏറ്റവും ഉത്തമമായത് ഇന്ന ഇന്ന ഗ്രന്ഥങ്ങളാ, ഇന്ന മതത്തിന്റെ വിശ്വാസികൾക്കാ, ഇന്ന രൂപത്തിൽ ജീവിച്ചവർക്കാ, ഇന്നത് അംഗീകരിച്ചവർക്കാ എന്ന് പിശാച് പറയുമ്പോ, തന്റെ പ്രിയപ്പെട്ട ഉപ്പ വന്ന് പറയുമ്പോ, തന്റെ പ്രിയപ്പെട്ട ശൈഖ് വന്ന് പറയുമ്പോ, തന്റെ ഗുരുവര്യർ വന്ന് പറയുമ്പോ, പിഴക്കാത്തവരുണ്ടോ? പിഴച്ചു പോകാത്തവരുണ്ടോ? വിശ്വാസം വരാത്തവരുണ്ടോ?
ഇമാം ഫഖ്റുദ്ദീൻ റാസി എവിടെയാ എഴുതിയത്? വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ആ സമയത്ത് ജിബ്രീലിന്റെ പരിശുദ്ധാത്മാക്കളുടെ മഹാന്മാരുടെ ഖാജാ തങ്ങളുടെ മൊയ്തീൻ ശൈഖ് തങ്ങളുടെ എത്രത്തോളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് വരെ പരിശുദ്ധ അർവാഹികൾ വന്നുകൊണ്ട് രക്ഷപ്പെടുത്താതിരുന്നാൽ, സഹായിക്കാതിരുന്നാൽ നീ പിഴച്ചതു തന്നെ, വൈതെറ്റിയതു തന്നെ. ഏറ്റവും നിങ്ങളും ഈ ബഹ്റിൽ മുങ്ങിയിട്ട് ഈമാനും തെറ്റിയിട്ട് മൗത്തായി എന്നോവർ. അതുകൊണ്ട് ഈമാനെ പറ്റി പേടി വേണം. ഈമാൻ നഷ്ടപ്പെടുമോ എന്ന പേടി വേണം. വിശ്വാസം തെറ്റിപ്പോകുമോ എന്ന പേടി വേണം. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ സഹോദരാ, മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒരു നിലക്ക് വലിയ ഫളലാണ് അല്ലാഹു നമുക്ക് ചെയ്തത്. ഈ ഇരിക്കുന്നവരിൽ 99.99% ആളുകളും അല്ലാഹയല്ലാത്ത ഒന്നിനും ആരാധിച്ചവരല്ല, അല്ലാഹുവിനെ ശിർക്ക് വെച്ചവരല്ല, ഒരു കാലത്തും ശിർക്ക് വെച്ചിട്ടില്ല, ഒരു കാലത്തും നബിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ദീനിനെ ആക്ഷേപിച്ചിട്ടില്ല. ദീനിന്റെ ആളുകളോട് നമുക്കൊരു വെറുപ്പും തോന്നിയിട്ടില്ല, ദീനിനോട് ശത്രുത വെച്ചിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ സ്വഹാബാക്കളെ ഓർത്തു നോക്കൂ, ഒരു കാലത്ത് കണ്ടമാനം ശിർക്ക് ചെയ്തവരാ, അല്ലാഹുവിനോട് വെറുപ്പ് വെച്ചവരാ, അല്ലാഹയല്ലാത്ത ആരാധനാ പാത്രങ്ങൾ ആരാധിച്ചവരാ, മുത്തുനബിയെ വല്ലാതെ വെറുത്തവരാ, ഹബീബിനെ വേദനിപ്പിച്ചവരാ. ഹബീബ് റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്കറിയില്ലേ? അവിടുന്ന് അവസാനത്തെ പ്രസംഗം ക്രിസ്തുവർഷം 632 ജൂൺ മാസം 8-ാം തീയതി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ അതിന്റെ തലേ ദിവസം മദീന പള്ളിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ കാണാം, ഖാലിദ് ഇബ്നുൽ വലീദ്, ഉമർ ഇബ്നുൽ ഖത്താബ്, മുആവിയത്ത് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ധീരരായ മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബിന്റെ വഫാത്തിന്റെ സൂചന അറിഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിങ്ങൾ വല്ലാത്ത സങ്കടപ്പെടുന്നത് എന്തിനാ? നിങ്ങളൊക്കെ ഒരു കാലത്ത് എന്നെ വല്ലാതെ വെറുത്തവരല്ലേ, എന്നെ നിങ്ങൾ ആട്ടിയോടിച്ചവരല്ലേ, എനിക്കെതിരെ എമ്പാടും ഉൽമ ചെയ്തവരല്ലേ. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് അവിടുന്ന് നടത്തിയ ഒരു സമരത്തിൽ ജീവിതത്തിൽ തോറ്റിട്ടില്ല. നിങ്ങൾക്കറിയുമോ മഹാന്മാരായ സ്വഹാബാക്കളെ ഏറ്റവും വേദനിപ്പിച്ചിരുന്ന സമരം ഉഹുദ് സമരമാ, ഉഹുദ് യുദ്ധമാ. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ബദരീങ്ങളും ഉഹുദീങ്ങളുമാകുന്ന സ്വഹാബികൾക്കാണ് പ്രത്യേകം എടുത്തു പറയേണ്ട പേരുകളുള്ളത്. ഖന്തഖീങ്ങളോ മറ്റു യുദ്ധത്തിൽ പങ്കെടുത്ത ശുഹദാക്കൾക്കോ പങ്കെടുക്കാതെ യുദ്ധം ഷഹീദാവാത്ത പങ്കെടുത്തവർക്കോ ഒരു പ്രത്യേകമായ സ്ഥാനം ഒരിവിടെയും പറഞ്ഞിട്ടില്ല. സ്വഹാബാക്കളെ കൂട്ടത്തിൽ കൂടുതൽ പവർ ഉള്ളത് അത് ഒന്ന് ബദരീങ്ങളും മറ്റൊന്ന് ഉഹുദീങ്ങളുമാണ്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചത് ഉഹുദിലാ. 70 സ്വഹാബികൾ കൊല ചെയ്യപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു തങ്ങളെ നിഷ്കരുണം കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, തങ്ങളതാ ഒരു കുഴിയിൽ വീണു എന്ന് മാത്രമല്ല, തങ്ങളെ മുൻപല്ല് പൊട്ടി എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണിച്ചപ്പോൾ അബൂ തൽഹ തങ്ങൾ തന്റെ
തോളത്തിട്ടുകൊണ്ട് ഉഹുദിന്റെ അപ്പുറത്തുള്ള ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിൽ, ആ പർവ്വതത്തിൻ്റെതാവകളെ അതിന്റെ ഇടയ്ക്കുള്ള വലിയൊരു മാളത്തിൽ കൊണ്ടുപോയി തങ്ങളെ ഇരുത്തിയതാ. അങ്ങനെ എല്ലാം കൊണ്ടും നബിയും സ്വഹാബത്തും ക്ഷീണിച്ചിരിക്കുമ്പോ മഹാന്മാരായ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി, തളർന്ന സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി, വിരലിലെണ്ണാവുന്ന സ്വഹാബികളല്ലേ അന്ന് പറയാത്തവരുള്ളൂ. ആ മഹാന്മാരായ സ്വഹാബാക്കളെ മുഖത്ത് നോക്കിയിട്ടൊരു പെണ്ണ് പാട്ട് പാടിയത്, പെണ്ണ് ഒരുമ്പെട്ട് പാടിയതാ. ഇന്ന് നിങ്ങൾ ഹിന്ദ് റളിയല്ലാഹു അൻഹു പറയും പേര് കേൾക്കുമ്പോൾ, അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയും, ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയും. അതേ സമയത്ത് ഹിന്ദെന്ന പെണ്ണറിയില്ലേ, ബഹുമാനപ്പെട്ട ഹംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങളെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, ഹംസത്ത് റളിയല്ലാഹു അൻഹു കൈവിരലുകൾ കാൽവിരലുകൾ മുറിച്ചെടുത്ത്, അവിടുത്തെ മൂക്ക് മുറിച്ചെടുത്ത്, ചെവി മുറിച്ചെടുത്ത്, ജനനേന്ദ്രിയം മുറിച്ചെടുത്ത്, അവിടുത്തെ തലയതാ പിളർത്തിയിട്ട് തലച്ചോറ് പുറത്തെടുത്ത് ആ തലത്തൊട്ടിയിൽ കള്ളൊഴിച്ചതാ. ഈ അവയവങ്ങൾ മുഴുവനും കോർത്തിട്ട് മാലയുണ്ടാക്കിയിട്ട് അത് കഴുത്തിലിട്ടതാ. ഇന്നെന്ന പെണ്ണ് മാല കഴുത്തിലിട്ടു എന്ന് മാത്രമല്ല, അല്ലാഹ് തന്റെ കയ്യിലും തന്റെ കഴുത്തിലും തന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആഭരണം മുഴുവനും വഹ്ശി എന്ന മനുഷ്യന് കൊടുത്തത്. എന്നിട്ട് ഹംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അവയവങ്ങളെ കൊണ്ട്, അവിടുത്തെ കൈവിരലുകളെ കൊണ്ട്, മൂക്ക് കൊണ്ട്, ചെവി കൊണ്ട് കോർത്തിട്ട് തന്റെ കഴുത്തിൽ ചാർത്തിയിട്ട് അതാ മലക്ക് മുകളിൽ നിന്ന് സ്വഹാബത്തിനെ മുഖത്ത് നോക്കി പാടിയതാ. നഹ്നു ജസൈനാകും ബിയൗമി ബദരി വൽ ഹർബു ബഅദൽ ഹർബി ദാതു സിരി وليس عن عتبة لي من صبري ولا أخيه وعمه واسيري كذا شفيت والشي ولي لا صدري وشكر والشي طول عمري. അന്ന് ബദറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത കൃത്യമായ പ്രതികാരമാ. ഹിന്ദെന്ന പെണ്ണ് മുടി ചീകിയിട്ട് എണ്ണ തേച്ചിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും അതാ മുടിച്ചട കുത്തിയിട്ട് ഒരു ഭ്രാന്തി പെണ്ണിനെ പോലെ പാടുകയാണ്. അന്ന് ബദറിൽ ചെയ്ത കൃത്യമായ പകരമാണ്. അന്ന് 10-70 ആളുകളെ കൊലപ്പെടുത്തി എന്ന് കരുതി, അന്ന് 10-70 ആളുകളെ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടു എന്ന് കരുതി നീ സത്യത്തിലാണെന്ന് വരൂല, നിന്റെ വിജയമാണെന്ന് വരൂല, നിങ്ങളാണ് സത്യത്തിന്റെ വാക്താക്കളെന്ന് വരൂല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉത്തുബനെ കൊന്നത് സഹിക്കൂല. അവിടുത്തെ അനുജനാകുന്ന അതേ ശൈബയെ കൊന്നത് സഹിക്കൂല, എന്റെ കൊച്ചാങ്ങളെ കൊന്നത് സഹിക്കൂല, ഞാനത് ക്ഷമിക്കൂല. ഒരു വർഷമായി എന്റെ ഹൃദയത്തിൽ പക ഇങ്ങനെ അളിക്കത്തുകയോ, രോഷാക്കി കത്തിപ്പടരുകയോ. എന്റെ കത്തിപ്പടരുന്ന രോഷാക്കിക്ക് ശമനം തന്നത് വശി നിങ്ങളാ. മരണം വരെ നിങ്ങളോടുള്ള കടപ്പാട് ഞാൻ മറക്കൂല എന്നൊരു പെണ്ണ് സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി പാടിയതാണ്. ഇതിന് മുഴുവനും കാരണക്കാരനാരാണെന്നറിയോ? ഖാലിദ് ഇബ്നുൽ വലീദ്. ഇത്രമാത്രം എന്നെ വേദനിപ്പിച്ച നിങ്ങൾ, എന്നോട് ദുൽമ ചെയ്ത നിങ്ങൾ, എന്നോട് പകരം വീട്ടിയ നിങ്ങൾ, എന്നോട് വിദ്വേഷം കാണിച്ച നിങ്ങൾ, എന്തേ നിങ്ങൾക്ക് ഇന്ന് ഇത്ര വലിയ സങ്കടം? എന്റെ മരണം എന്താ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയാത്തത്? എന്നാൽ ഈ ഇരിക്കുന്ന ഒരാളും അവരെ പോലെ ശിർക്ക് ചെയ്തിട്ടില്ല, തങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല, തങ്ങൾക്കെതിരെ ചെയ്തിട്ടില്ല. അല്ലാഹ്
അല്ലാഹു മഹലായ ഫദ്ല് കൊണ്ട് ഒരു മുസ്ലിമായ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഒരു ഉപ്പയുടെ മുതുകിലൂടെ നമുക്ക് ജന്മം തന്നതാ. ഖുർആൻ പഠിച്ചുകൊണ്ട് മുസ്ലിമായതല്ല, ഇസ്ലാമിനെ പറ്റി പഠിച്ച് മുസ്ലിമായതല്ല, ഇസ്ലാമിന്റെ സുന്ദരമായ ദർശനം ഉൾക്കൊണ്ട് മുസ്ലിമായതല്ല. ഒരു കുടുംബത്തിൽ പിറന്നതിന്റെ പേരിൽ, മുസ്ലിം കുടുംബത്തിൽ പിറന്നത് കൊണ്ട് മുസ്ലിമായതോ, ആ സംസ്കാരം ഉൾക്കൊണ്ടതോ, അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചതോ, ഏത് സമയത്തും പടച്ച റബ്ബ് ഇത് നമ്മിൽ നിന്ന് പിൻവലിക്കാം, എടുത്തുകളയാം, വ്യതിചലിക്കാം. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ പേടി വേണ്ടത് എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ, വിശ്വാസത്തിൽ എപ്പോഴെങ്കിലും തകരാറ് സംഭവിക്കുമോ, ഇത് പേടിക്കണ്ടേ. ഇതുകൊണ്ടാണ് മഹാനായ സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ സമാഹരിച്ച, അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയ അതേ തെരീം പ്രദേശത്ത്, തെരീമിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഈമാനിന്റെ മന്നമാരുതൻ, ഈമാനിന്റെ മന്നമാരുതൻ നിങ്ങളെ തലോടുന്നത് കാണാം. അത്രയ്ക്ക് ഈമാനിന്റെ സുന്ദരമായ വ്യക്തമായ ദർശനം കാണാൻ കഴിയുന്ന രാജ്യമാണ് തെരീം. ആ തെരീം എന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാലത്ത് മുബ്തദീങ്ങൾ വന്നപ്പോൾ, കള്ളത്വരീഖത്തുകാർ വന്നപ്പോൾ, വിശ്വാസത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെ വ്യതിചലിപ്പിക്കുന്ന വഴിതെറ്റിക്കുന്ന ആളുകൾ വന്നപ്പോൾ, ആളുകൾ ഹദ്ദാദ് തങ്ങളെ സമീപിച്ചപ്പോൾ അതിന് പ്രതിരോധമായി ഈമാന് തെറ്റാതിരിക്കാൻ, പിഴച്ചു പോകാതിരിക്കാൻ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഇറങ്ങി വന്ന മലക്കുകൾ അവരതാ ഒരുമിച്ച് കൂടി വട്ടമിട്ട് ചൊല്ലുന്ന ദിക്റുകൾ ശേഖരിച്ചു വെച്ചതാ ഹദ്ദാദ് റാത്തിബ്. അതുകൊണ്ടാ കൃത്യമായിട്ട് ഹദ്ദാദ് റാത്തിബ് ചൊല്ലുന്നവർ 20 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതല്ലേ. ഏത് രൂപത്തിൽ ചൊല്ലിയാലും 20 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന മഹാനായ സുൽത്താനുൽ അവിടുത്തെ സർവ്വമുത്തഅല്ലിമീങ്ങളോടും അവിടുന്ന് നിർദ്ദേശിക്കുന്ന ഹദ്ദാദ് റാത്തിബ് അത് ചൊല്ലിയാൽ നിന്റെ ബിസിനസ് പുഷ്ടിപ്പെടുമെന്നല്ല, നിന്റെ സമ്പത്ത് അഭിവൃദ്ധിപ്പെടുമെന്നല്ല, നിനക്ക് മറ്റു നേട്ടങ്ങൾ ഉണ്ടാകുമെന്നല്ല. അവസാനം നന്നായി ഈമാനോടെ മരിക്കാൻ തൗഫീഖ് കിട്ടുന്നതാ. ഈമാൻ തെറ്റാതെ, പിഴച്ചു പോകാതെ, വ്യതിയാനമില്ലാതെ ശരിയായ രൂപത്തിൽ ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് തൗഫീഖ് കിട്ടുന്നതാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാൻ തെറ്റി പോകൂല. സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കണ്ണു കാണാത്തയാളാ. 4 വയസ്സിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരാണ്. മഹാപണ്ഡിതനാണ്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ നിർദ്ദേശമാണ് കൃത്യമായിട്ട് ഹദ്ദാദ് റാത്തിബ് ചൊല്ലുക. അത് ചൊല്ലിയാൽ എല്ലാ രാത്രിയും ചൊല്ലിയാൽ, രാത്രിയിൽ ചെല്ലാൻ കഴിയാത്തൊരു പകല് ചൊല്ലിയാൽ നമ്മുടെ ആഖിബത്ത് നന്നാകും, ഈമാൻ തെറ്റിപ്പോകൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മഹാന്മാരോടൊക്കെ നമ്മുടെ ബന്ധം അതിനാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമല്ലേ, ചരിത്രം ഞാൻ പറയുന്നില്ല. ഖാജാ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളും ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി ഇമാം തങ്ങളും ഇവരൊക്കെ ഒരു കാലഘട്ടത്തിലുള്ളവരാണ്. 22ലാണ് മഹാനായ
ഖാജാ തങ്ങൾ ജനിക്കുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്താകുമ്പോൾ 24 വയസ്സോളം ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾക്കുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുള്ളത്. ആ കാലഘട്ടത്തിൽ എൻ്റെ തൊട്ട് മുമ്പാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഗസാലി ഇമാമിന്റെയും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ആത്മീയ ശിക്ഷണവും ആത്മീയമായ നിയന്ത്രണവും അവിടുത്തെ തർബിയത്തും ലഭിച്ചതുകൊണ്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. മഹാന്മാരുമായിട്ടുള്ള ബന്ധമാ. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ വടക്ക് മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരിൽ 921 വലിയ കലാപം നടക്കുമ്പോൾ ഈ ബ്രിട്ടീഷിന്റെ പട്ടാളക്കാരെടുത്തുള്ള ഒരു പീരങ്കിയാണ്. ആ പീരങ്കിയുടെ ഒരു കാഞ്ചി വലിച്ചാൽ 100 കണക്കിന് ആളുകളാ മരിക്കുന്നത്. ഒരൊറ്റ കാഞ്ചി വലിച്ചാൽ മതി. എൻ്റെ നാടിന് തൊട്ടടുത്ത പൂക്കോട്ടൂര് ആളുകൾ ഇങ്ങനെ വാരിയംകുന്നത്തിന്റെ കീഴിൽ വലിയൊരു യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ ആ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്ത് ഒരു പീരങ്കി വഹിച്ചൊരു വലിയ ലാറി വന്നിട്ട് ആ ലാറിയിൽ നിന്ന് കാഞ്ചി അങ്ങോട്ട് വലിച്ചൊരു സമ്മേളനത്തിലേക്ക്, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത 99% ആളുകളും മരിച്ചു വീഴുകയാണ്. ഈ രൂപത്തിൽ ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ ഒരായുധവുമില്ലാതെ, ഒരു പീച്ചാം കത്തി പോലുമില്ലാതെ, വാളില്ലാതെ, പരിചയില്ലാതെ, കുന്തമില്ലാതെ, തോക്കില്ലാതെ, AK-47 ഇല്ലാതെ, കയ്യും കെട്ടിയിട്ട് മാപ്പിള മക്കൾ ഇങ്ങനെ സമരത്തിന് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയുമോ, 10, 30, 35, 40 വയസ്സുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ അവരവരെ വീട്ടിൽ നിന്ന് 20, 60, 70 വയസ്സ് പ്രായമുള്ള ഉപ്പയുടെ മുൻപിൽ നിന്ന്, പിഞ്ചു മക്കളെ മുൻപിൽ നിന്ന് അവരതാ സമരരംഗത്തേക്ക് ഈ രൂപത്തിൽ ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിലേക്ക് അവരാത്രി നെഞ്ചു വിരിച്ചു കൊടുത്തുകൊണ്ട് സമരത്തിന് വേണ്ടി പോകുമ്പോൾ ആ ഉമ്മമാരെന്താണ് ചെയ്യുന്നത്, ഉപ്പമാരെന്താ ചെയ്യുന്നത്? മോനെ പോകരുത്, മോനെ മരിക്കരുത് എന്ന് പറയുന്നതിന് പകരം ആ യുദ്ധത്തിലേക്ക് പീരങ്കിയുടെ മുൻപിലേക്ക് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് യാത്രയപ്പ് കൊടുത്തുകൊണ്ട് ആനയിച്ച് പറഞ്ഞു വിടുകയാണ്. ഇത് കണ്ടിട്ട് ബ്രിട്ടീഷുകാരന്റെ കണ്ണ് തള്ളി. അവരത്ഭുതപ്പെട്ടു. ഇതെന്തൊരു അത്ഭുതമാണ്! ആയുധങ്ങളില്ലാതെ, തോക്കില്ലാതെ, കത്തിയില്ലാതെ, വാളില്ലാതെ, പരിചയില്ലാതെ ഈ സർവായുധങ്ങളുമായിട്ട് യുദ്ധത്തിന് വന്നു നിൽക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുമ്പിലേക്ക് ഈ രൂപത്തിൽ ധൈര്യത്തോടെ ചെല്ലാൻ ഇവരെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അവർ ജിജ്ഞാസയായി. നിങ്ങൾക്കറിയോ, ഞാനും നിങ്ങളും കേട്ടിട്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി. ഞാൻ ചരിത്രം പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഒരൊറ്റക്കാരി നമ്മുടെ ആത്മീയത മാത്രമാണ് പറയുന്നത്. അവിടെ ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിന്റെ രീതി അനുസരിച്ച് 2 കൈയും മുന്നോട്ട് കെട്ടിയിട്ട് പിറകിൽ നിന്ന് വെടിവെക്കുന്ന രീതിയാണ് ബ്രിട്ടീഷിന്റെ പട്ടാളത്തിന്. ബഹുമാനപ്പെട്ട വാരിയംകുന്നത്തിനെ 2 കൈയും പിറകോട്ട് കെട്ടി പിറകിൽ നിന്ന് വെടിവെക്കാൻ വരുത്ത് മഹാനായ വാരിയംകുന്നത്ത് പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ എന്റെ മുൻഭാഗത്ത് വന്ന് വെടിവെക്കണം. നിങ്ങൾ എന്റെ പിറകിൽ വെടിവെക്കരുത്, എന്റെ മുൻഭാഗത്ത് വന്ന് വെടിവെക്കണം. ബഹുമാനപ്പെട്ട വാരിയംകുന്നത്തിനെ പിടിച്ചത് തന്നെ മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ മക്കയിൽ പോകാൻ അവസരം തരാമെന്ന് പറഞ്ഞു വഞ്ചനയിൽ കൂടി പിടിക്കപ്പെട്ട വാരിയംകുന്നത്ത് ഇത് പറഞ്ഞപ്പോൾ അതാ ബ്രിട്ടീഷിന്റെ പട്ടാളക്കാരൻ തോക്കുമായിട്ട് തന്നെ മുൻപിൽ വന്നിട്ട് ആ ബഹുമാനപ്പെട്ട വാരിയംകുന്നത്ത് 2 കൈയും കെട്ടിയിട്ട് ഇങ്ങനെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കണ്ണും തുറന്ന് ധീരതയോടുകൂടി നിൽക്കുന്ന വാരിയംകുന്നത്തിന്റെ തൊട്ട് മുൻപിൽ നിന്ന് മേൽപോട്ട് വെടിവെച്ചു. മേൽപോട്ട് വെടിച്ചപ്പോൾ ആ മഹാമനുഷ്യൻ തന്റെ കണ്ണിമ വെട്ടിയില്ല, തനിക്ക് ഒന്നും സംഭവിച്ചില്ല, ഒന്ന് പരിങ്ങുക പോലും ചെയ്തില്ല, 1 ഇഞ്ച് താൻ വിറച്ചില്ല. അപ്പോൾ വീണ്ടും തന്റെ വലഭാഗത്തിൽ കൂടി വെടിവെച്ചു, ഇടഭാഗത്തിൽ കൂടി വെച്ചു, 4 ഭാഗത്തും വെടിവെച്ചു. എന്തിനു വേണ്ടി? ഈ മനുഷ്യനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്,
ഈ മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന സമയത്ത്, വെടിയുതിർക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഭാവമാറ്റം വരികയാണെങ്കിൽ ഈ ഭാവമാറ്റം വരുന്ന മനുഷ്യന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ വെറുതെ വിടാൻ വേണ്ടി, തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ധൈര്യത്തോടുകൂടി നിൽക്കുന്ന മനുഷ്യന്റെ ആത്മധൈര്യത്തിന്റെ രഹസ്യം എന്തെന്നറിയാൻ അവർ തീർത്തും മാറി മാറി വെടിവെച്ചു. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ മക്കളെ, ആ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തന്റെ നേർക്ക് വെടി വന്നപ്പോൾ ഒന്ന് കണ്ണിന്റെ പോള വെട്ടിയില്ല, കണ്ണിമ വെട്ടിയില്ല, ഒരസ്വസ്ഥതയും ഉണ്ടായില്ല, ഒന്ന് പരിങ്ങിയില്ല. അത്രക്കും ധീരതയോടുകൂടി ആ പട്ടാളക്കാരന്റെ വെടിയുതിർക്കുന്ന തോക്കിന്റെ മുൻപിൽ നിന്ന് നെഞ്ചിൽ വെടിയേറ്റു മരിച്ചുവെങ്കിൽ അവർ ചിന്തിച്ചു, ഇത്രമാത്രം ഈ മക്കൾക്കുള്ള ധൈര്യം എന്താ? ഇവർക്ക് എവിടുന്നാണ് ഈ ധൈര്യം കിട്ടുന്നത്? ഇവർക്ക് എവിടുന്നാണ് ഈ മാത്രം ധീരത ലഭിക്കുന്നത്? എന്താണ് ഇതിന്റെ പ്രത്യേകത? മഹാനായ മമ്പുറം തങ്ങളുടെ മമ്പുറം കടലുണ്ടി പുഴക്കടുത്തുള്ള അതിന്റെ കരയിലുള്ള ആ വിശാലമായിരിക്കുന്ന പച്ചക്കുബ്ബയെ നോക്കിക്കൊണ്ട് അന്നത്തെ ഹിച്ച്കോക്ക് പറഞ്ഞു, ഈ പച്ചക്കുബ്ബ നിലനിൽക്കുന്ന കാലത്തോളം ഇവരെ സമരവീര്യം തകർക്കാൻ കഴിയില്ല, ഇവരെ തളർത്താൻ കഴിയില്ല. ഈ മാപ്പിള മക്കളുടെ സമരവീര്യം തകർക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ പച്ചക്കുബ്ബ തകർക്കണം, എങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ അവരെ കയ്യിൽ ആയുധങ്ങളല്ല, അവരെ കയ്യിൽ തോക്കുകളല്ല, അവരെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ആത്മജ്ഞാനികളായ മഹാനായ മമ്പുറം തങ്ങളെ പോലെ, മഹാനായ യാഹൂം തങ്ങളെ പോലെ, മഹാനായ ആലി മുസ്ലിയാരെ പോലെ ധീരരായിരിക്കുന്ന സദാത്തുക്കളുടെയും ഔലിയാക്കളുടെയും വെളിയങ്കോട് മർക്കാദിയെ പോലെയുള്ള അത്തരം ധീരന്മാരായ മഹാത്മാക്കളുമായിട്ടുള്ള ബന്ധവും ആ മഹാന്മാരുടെ വായിൽ നിന്ന് കിട്ടുന്ന വാക്കുമായിരുന്നു അവർക്ക് ഏറ്റവും വലിയ ധൈര്യം. അറിയാം, ഞാൻ ജോലി ചെയ്യുന്ന ചെനക്കൽ സ്ഥലത്ത് അന്ന് ബ്രിട്ടീഷുകാരൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരം കൊണ്ടുവന്നിട്ട് ആ ശരീരം കാറ്റത്ത് മരത്തിൽ കെട്ടിത്തൂക്കി പള്ളിയുടെ മുമ്പില് അസർ നിസ്കരിക്കാൻ വേണ്ടി മാപ്പിള മക്കൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ കാറ്റത്ത് ഒരു മയ്യത്തിന് ഒരു തല മാത്രം ഇങ്ങനെ കെട്ടിത്തൂങ്ങിയത് കണ്ടാൽ മുസ്ലിമീങ്ങൾ മസ്അല പഠിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ താടി വെച്ച തൊപ്പി വെച്ച അടയാളമുള്ള തലപ്പാവ് ധരിച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവം എവിടെയെങ്കിലും കണ്ടാൽ ആ കണ്ടവരെ ബാധ്യതയാണ് അത് അഴിച്ചെടുത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. പള്ളിയിൽ വന്നപ്പോൾ ചിന്തിച്ചു, ഈ കാറ്റത്ത് മരത്തിന്റെ മുകളിൽ ഈ തല കെട്ടിത്തൂക്കിയിട്ട് തലയുടെ താഴ്ഭാഗത്ത് ബ്രിട്ടീഷിന്റെ പട്ടാളം, തോക്കുധാരികളായ പട്ടാളക്കാർ കാവലിരിക്കുന്നു. ആരാ ഇതെടുക്കുന്നതൊന്നു കാണണം. അവരെ ആ സമയത്ത് നിറയൊഴിച്ച് വെടിവെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളെ നിഷ്കരണം കൊന്നൊടുക്കുക എന്ന തന്ത്രമായിരുന്നു ഉണ്ടായത്. അവര് നേരിട്ടു ചെന്നത് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ അടുത്ത. മമ്പുറം തങ്ങളെടുത്ത് എന്നപ്പോൾ മമ്പുറം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോകണം, അതെടുത്ത് മറവ് ചെയ്യണം. പക്ഷേ അവരെ കയ്യിൽ തോക്കില്ല, ആയുധങ്ങൾ ഒന്നുമില്ല. ഇശാനസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് അവരങ്ങ് ചെന്നപ്പോൾ ഏതൊരു തലക്കാ ബ്രിട്ടീഷിന്റെ പട്ടാളം കാവലിരിക്കുന്നത്, ഉറക്കമിഴിച്ച് ദിവസങ്ങളോളം കാവലിരിക്കുന്ന ആ പട്ടാളക്കാര് മുഴുവൻ സുഖനിദ്രയില. നല്ല ത്രാണിത്വമുള്ള ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ആ ഉറങ്ങിക്കിടക്കുന്ന പട്ടാളത്തെ ചാടിക്കടന്ന് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് തല അഴിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്ത ചരിത്രവും പാരമ്പര്യവുമാണ് ഉള്ളെങ്കിൽ അവർക്ക് കിട്ടിയത് മമ്പുറം തങ്ങളെ വാക്കാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ധൈര്യം ചോർന്നു പോയത്, നാം ദുർബലരായി മാറിയത്, നമുക്കൊന്നും കഴിയാതെയായി തീർന്നത് ഇതുപോലത്തെ മഹാരഥന്മാരെ നമുക്കറിയില്ല, അവരുമായി നമുക്ക് ബന്ധമില്ല. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് കേട്ടില്ലേ? ഗൗസുൽ ആലം തങ്ങളുമായിട്ട് 16 വയസ്സുള്ള ഗൗസുൽ ആലം തങ്ങളുമായിട്ട് അതുവരേക്കും കളവ് നടത്തി ദുർനടപടികളുമായി തമ്മാടിയായി ജീവിച്ച മഹാഫ്രോഡായി ജീവിച്ചൊരു മനുഷ്യൻ, ഒരു കൊള്ളത്തലവൻ 5 മിനിറ്റ് സമയം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുമായിട്ട് സംസാരിച്ചപ്പോഴേക്ക് ആ മനുഷ്യന് മാറ്റം വന്നു. ആ മനുഷ്യന് പഠിക്കണമെന്ന് തോന്നി, ആ മനുഷ്യന് തൗബ ചെയ്യണമെന്ന് തോന്നി, ആ മനുഷ്യന് ആത്മീയ ജ്ഞാനം കരസ്ഥമാക്കണമെന്ന് തോന്നി. ഗൗസുൽ ആലമിന്റെ കയ്യിൽ ആദ്യമായിട്ട് തൗബ ചെയ്ത മനുഷ്യനാണത്. ഞാൻ ചോദിക്കുന്നു, അതുകൊണ്ട് ആ
മഹാന്മാരുടെ അരികിൽ ചെന്നൊന്ന് നിന്നാൽ, അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവരരികിൽ പോയി നിന്നാൽ തന്നെ വലിയ ബറക്കത്താണ്. അതുകൊണ്ട് മനുഷ്യൻ നന്നായി തീരും. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഫയിൽ പറയുന്നത് കാണാം, മഖ്ബറ സിയാറത്ത് ചെയ്യുമ്പോൾ, മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ, ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ, അവരെ ഖബറിന്റെ അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരിൽ നിന്ന് മദദ് ലഭിക്കും. അവരുടെ നൂറ്, ഈമാനികമായിരിക്കുന്ന പ്രകാശം നിന്റെ ഹൃദയത്തിലേക്ക് തിരിച്ചടിക്കും. അത് ലഭിക്കാനാണ് മഹത്തുക്കളെ സിയാറത്ത് ചെയ്യുന്നത്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുണ്ടല്ലോ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരുപാട് ഔലിയാക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗൗസുൽ ആദമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുന്ന് സ്വീകരിച്ച നിലപാടെന്താ? ഇൽമു പഠിക്കലാ, ഇൽമു പഠിപ്പിക്കലാ. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് ഒരു ദർസ്, ഒരു ക്ലാസ്സിൽ തന്നെ, പ്രഭാഷണത്തിൽ തന്നെ 70,000 ആളുകളാ പങ്കെടുക്കുന്നത്. നാനാജാതിയുമാ പങ്കെടുക്കുന്നത്. അവരെ വഅദ് കേൾക്കുമ്പോൾ ആളുകൾ ബോധരഹിതരായി വീഴുന്നു. ആളുകൾ തൗബ ചെയ്യുന്നു, ഇസ്ലാമിലേക്ക് വരുന്നു. മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ പറ്റി സാക്ഷാൽ അബുൽ ഹസൻ അലി നദ്വി വ്യക്തമായി രേഖപ്പെടുത്തിയില്ലേ? ഹബീബായ തങ്ങൾ കഴിച്ചാൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഇത്ര കണ്ട അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ആളുകൾ ഇസ്ലാമിൽ വന്നതുപോലെ ഇത്ര കണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചൊരു മഹാൻ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പോലെ മറ്റൊരാൾ ചരിത്രത്തിലില്ല. അത് തന്നെയല്ലേ മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളും ഓരോ വാല്യങ്ങളും ഓരോ നബിവാശി, എനിക്ക് എന്റെ സിബാവ കാൽവാശി എന്നോവർ. അതേ ഔലിയാക്കൾക്ക് ഓരോ രീതികളുണ്ട്, നിലപാടുകളുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രീതിയിൽ പ്രബോധന പ്രവർത്തനം നടത്തിയ മഹാനാണ് ഗൗസ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങള്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങള് വലിയ വഅദ് പറയുന്നു, നസീഹത്ത് നടത്തുന്നു, കിതാബ് രചിക്കുന്നു. ഫത്ഹുർ റബ്ബാനി, അവിടുത്തെ ഫുതൂഹുൽ ഗൈബ്, ഉനിയത്തുൽ ത്വാലിബീൻ. ഇവിടെ ധാരാളം മുതഅല്ലിമീങ്ങളുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാനുള്ള ഗ്രന്ഥമാ മക്കളെ ഉനിയത്തുൽ ത്വാലിബീൻ. ഞാൻ ചോദിക്കുന്നില്ല, ഉനിയത്തുൽ ത്വാലിബീൻ എന്ന കിതാബ് മുത്താല ചെയ്ത എത്ര ആളുകളുണ്ട്? അല്ല, ആ കിതാബ് കണ്ട എത്ര മുതഅല്ലിമീങ്ങളുണ്ട്? അതിന്റെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയ എത്ര ആളുകളുണ്ട്? അവരല്ലാത്ത വിജ്ഞാനത്തിന്റെ സ്രോതസ്സല്ലേ അത്? അറിയുമോ? ഒരൊറ്റ കാര്യം ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടായ രാത്രി ഈ വിശുദ്ധ റജബ് മാസത്തിലല്ലേ? റജബ് 27-ാം രാവിലല്ലേ ഹബീബായ തങ്ങൾ മിഅ്റാജ് യാത്രക്ക് പോയത്? ആ യാത്രയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ പറയുന്നത് കാണാം, മുത്തു മുഹമ്മദ് മുസ്തഫ എല്ലാ സാധാരണക്കാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധ മക്കയിൽ നിന്ന് 1440 ചില്ലാനം കിലോമീറ്റർ ഫലസ്തീനിലേക്കുള്ളത്, ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ളത്, ഖുദ്സ് പള്ളിയിലേക്കുള്ളത്. ആ ഖുദ്സ് പള്ളിയിലേക്ക് തങ്ങൾ പോയത് ബുറാഖ് എന്ന വാഹനത്തിലാ. അതേ സമയത്ത് ഖുദ്സിൽ നിന്ന് 7 ആകാശം വരെ തങ്ങൾ പോയി. അതേ ആലമുൽ മലക്കൂത്ത്, ആലമുൽ ജബറൂത്ത്, ആലമുൽ അദമൂത്ത്, അൽ മലഉൽ അഅ്ലാ, ആലമുൽ മിസാൽ തുടങ്ങി 7 ആകാശങ്ങളിലേക്ക് തങ്ങൾ പോയി. പ്രകാശ വർഷങ്ങൾക്കപ്പുറമല്ലേ ഒന്നാം ആകാശം എന്ന് പറയുന്നത്? അല്ലാ
ഈ ലോകത്തേറ്റവും കൂടുതൽ സ്പീഡുള്ള സൃഷ്ടി അത് പ്രകാശമാ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനത്തെ പ്രകാശവർഷങ്ങൾക്കപ്പുറം യാത്ര ചെയ്തിട്ട് ഒന്നാം ആകാശം കണ്ടില്ല. അതിനുശേഷവും എത്ര ആകാശങ്ങളാ. ഈ ആകാശങ്ങളിൽ മുഴുവനും തങ്ങൾ പോയി എന്നല്ലേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. ഈ ആകാശങ്ങളിൽ മുഴുവനും ഹബീബായ തങ്ങൾ അർശ് കണ്ട്, കുർസി കണ്ടോ, അതിനപ്പുറം അർശ് കണ്ടോ, ലൗഹ് കണ്ട്, കലം കണ്ട്, അല്ലാഹുവിന്റെ തിരുഹദ്റത്ത് വരെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയിൽ ബുറാഖ് എന്നൊരു വാഹനം സംഘടിപ്പിച്ചതെന്തിനാ? ബുറാഖ് ഒരു സൃഷ്ടിയല്ലയോ? സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ മുത്തുനബിയല്ലയോ? മുത്തുനബിയാകുന്ന സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ സഹായം വേണോ? തങ്ങൾ എന്തിനാ ബുറാഖിൽ കൂടി യാത്ര ചെയ്തത്? അല്ല, ബുറാഖിലൂടെയാ തങ്ങൾ അങ്ങ് യാത്ര ചെയ്തതെങ്കിൽ ആ ഖുദ്സ് പള്ളിയിൽ നിന്ന് 7 ആകാശവും അപ്പുറവും തങ്ങൾ പോയത് ഒരു വാഹനത്തിലുമല്ല, ഒരു ഗ്രന്ഥങ്ങളിലുമില്ല, ഹദീസുകളിലില്ല, ഖുർആനിൽ സൂചനകളില്ല, പൂർവവേദങ്ങളിലില്ല, ഒരു വാഹനവും ഉപയോഗിച്ചിട്ടില്ല. പിന്നെന്തിനെ തങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഖുദ്സ് പള്ളിയിലേക്ക് ഒരു ബുറാഖ് സംഘടിപ്പിച്ചത്? അത് മുത്തുനബിക്ക് സ്പീഡ് കിട്ടാനല്ല, തങ്ങളുടെ സ്പീഡ് ഒന്ന് നിയന്ത്രിക്കാനാ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിലാണ് തങ്ങൾ പോകുന്നതെങ്കിൽ പോകുന്ന വഴിയിലുള്ള അൽ മുഹാജറ എന്ന് പറയുന്ന യസ്രിബ് കാണുമോ? അല്ലാ, ബൈത്തുൽ ലഹം കാണുമോ? ബത്ലഹം തങ്ങൾ കാണുമോ? തൂരിസീന മലതങ്ങൾ കാണുമോ? ഹബീബ് തങ്ങൾ മേറാജിന് വേണ്ടി പോകുമ്പോ ഇസ്രായേൽ യാത്രയിൽ അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയിൽ എത്ര സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈന്തപ്പന തോട്ടങ്ങളും കറുത്ത കല്ലുകളും നിറഞ്ഞ അതേ യസ്രിബിൽ തങ്ങൾ ഇറങ്ങിയിട്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൂരിസീന പർവ്വതത്തിൽ തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സിനാ മരുഭൂമിയിൽ കൂടി തങ്ങൾ കടന്നു പോയിട്ടുണ്ട്. മദിയൻ പ്രവിശ്യ തങ്ങൾ കണ്ടിട്ടുണ്ട്. ദീർഘശ്വാസം വിടുന്ന ശുഐബ് നബിയുടെ ആ നാടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബത്ലഹാമിൽ തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യുന്ന നബിയാണെങ്കിൽ ഇവിടെ കാണാനൊക്കുമോ? തങ്ങളെ സ്പീഡ് പരമാവധി നിയന്ത്രിക്കാനാണ്, കുറക്കാനാണ്. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു ബുറാഖ് എന്ന് വാഹനം ഒരുക്കിയതെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം പറയുന്നത് കാണാ. എത്ര സറായിറുകളാണ്, എത്ര രഹസ്യങ്ങളാണ്, എത്ര വിജ്ഞാനങ്ങളാണ് അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയില്, അവിടുത്തെ ഫുതൂഹുൽ ഗൈബില്, അവിടുത്തെ ഗുൻയയിലൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ഇൽമിലൂടെ ദറസ്തുൽ ഇൽമ ഹത്താ സിർതു കുതുബ വനൽതു സഅദ മിൻ മൗലൽ മവാലി. ആ രൂപത്തിലാണ് മഹാനായ ഗൗസുൽ ആദമിന്റെ നിലപാട്, ഗൗസുൽ ആദമിന്റെ പ്രബോധനം, ഗൗസുൽ ആദമിന്റെ രീതി. അതേ സമയത്ത് മഹാനായ ഖജാ തങ്ങൾ ഒരു കിതാബും എഴുതിയിട്ടില്ല, അങ്ങനെ അറിയപ്പെട്ടൊരു വഅദ് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ടില്ല, അങ്ങനെ നസീഹത്ത് നടത്തിയിട്ടില്ല, ഗ്രന്ഥം രചിച്ചിട്ടില്ല. അതേ സമയത്ത് ഗൗസുൽ ബഹുമാനപ്പെട്ട മഹാനായ
മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുടെ രീതി എന്താണെന്നറിയോ? അതേ വജിദ് സമാഅ് വല്ലാതെ പാടല. അവിടുത്തെ നശീദ, അവിടുത്തെ ഖവാലി, അവിടുന്ന് റസൂലുള്ളാഹിനെ പറ്റി അല്ലാഹുവിനെ പറ്റി അങ്ങ് പാടല. ചിലരെങ്കിലും ഖവാലി കേൾക്കുമ്പോ, പാട്ട് കേൾക്കുമ്പോ, അജ്മീറിൽ ചെന്നാൽ ഏത് സമയത്തും പാട്ട് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അത്ഭുതങ്ങൾ തോന്നാം. ഔലിയാക്കളെ കൂട്ടത്തിൽ വജിദ് സമാഇലൂടെ അല്ലാഹുവിലേക്ക് എത്തിച്ച, അല്ലാഹുവിലേക്ക് സൃഷ്ടികൾ ആകർഷിപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഖാജാ. ഒരു കാര്യം കൂടി പറയട്ടെ എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, ഹബീബിനെ പറ്റി പാടണം, ഹബീബിനെ പറ്റി പാടുന്നത് കേൾക്കണം, ഹബീബിനെ പറ്റി പാടുന്നതിൽ ലയിക്കണം. അങ്ങനെ പാടാനും പാടുന്നത് ആസ്വദിക്കാനും അതിൽ ലയിക്കാനും പഠിപ്പിച്ച മഹാനാണ് സുൽത്താനുൽ ഹിന്ദ്. കേൾക്കണോ? മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി ഹബീബിനെ പറ്റി പാടിയ മഹാനാണ് സവാദ് ഇബ്നു ഖാരിബ്. 70 വരികളാ തങ്ങളെ പറ്റി പാടിയതാ. ഒരു വരി പോലും തങ്ങളെ പറ്റി ഉണ്ടാക്കാത്ത, പാടാത്ത, പാടുന്നത് കേൾക്കാത്ത, അതിലിഷ്ടപ്പെടാത്ത, അതിൽ ലയിക്കാത്ത എത്ര ആളുകളുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ഈ 70 വരി ബഹുമാനപ്പെട്ട സവാദ് ഇബ്നു ഖാരിബ് തങ്ങളെ പറ്റി പാടിയതാ. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 20 രാജ്യത്തിന്റെ പ്രസിഡന്റായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുമ്പോ മദീന പള്ളിന്റെ പുറത്ത് കുറെ സ്വഹാബികൾ ഒരുമിച്ച് കൂടി ഒരാൾ ഇങ്ങനെ പാടുന്നുണ്ട്. ആരാ പാടുന്നത്? സവാദ് ഇബ്നു ഖാരിബ. പാട്ട് കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് വന്നു. ഉമറുൽ ഫാറൂഖിനെ കണ്ടപ്പോ പരിങ്ങിപ്പോയി, പാട്ട് നിന്ന് പോയി. നൊടിയുടെ കൊണ്ട് ആക്ഷൻ എടുക്കുന്ന നേതാവാ. അദ്ദേഹത്തിന് എന്തോ എന്നെ പറ്റി ന്യൂനത കണ്ടെത്താനുണ്ടാവും, എന്തെങ്കിലും ശിക്ഷ നടപ്പാക്കാനുണ്ടാകും, എന്തെങ്കിലും വഴക്ക് പറയാനുണ്ടാകും. പേടിച്ച് സവാദ് വിറച്ചു പോയി. പക്ഷെ ഒന്നും പറഞ്ഞില്ല. സവാദിന് പിറ്റേ ദിവസവും പാടാനുണ്ട്. അതാ 100 കണക്കിന് സ്വഹാബികളെ മുൻനിർത്തിയിട്ട് സവാദ് പാടുകയാ, ഹബീബിനെ പറ്റി പാടുകയാ. ആ പാട്ട് കേൾക്കുമ്പോൾ അവിടെയും വന്നിരിക്കുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങള് ഉമറുൽ ഫാറൂഖിനെ കണ്ടപ്പോ വിറച്ചു. അല്ല, എന്തോ എന്നോട് പറയാനുണ്ട്, എന്തോ എന്റെ അടുത്ത് പന്തികേടുണ്ട്, എന്തോ ശിക്ഷയെടുക്കാനുണ്ട്. ആനായ സവാദ് തങ്ങൾ മെല്ലെ അവിടുന്ന് ഒഴിഞ്ഞു പോവുകയാ. മൂന്നാമത്തെ ദിവസം മറ്റൊരിടത്ത് പാടുന്നു. ആ പാടുന്ന സദസ്സിലും ഉമറുൽ ഫാറൂഖ് എത്തിപ്പോയി. മൂന്നാമത്തെ ദിവസം പരിങ്ങി പേടിച്ച് വിറച്ച് മഹാനായ സവാദ് തങ്ങൾ ചോദിച്ചു, അമീറൽ മുഅ്മിനീൻ, ഈ പാവപ്പെട്ട സവാദ് പാടുന്നിടത്ത് തങ്ങൾക്ക് എന്താ? അല്ലാഹ് ഇന്ത്യയുടെ പ്രസിഡന്റ് പോലെയല്ല, UAE പ്രസിഡന്റ് പോലെയല്ല, 20 സാമ്രാജ്യത്തിന്റെ പ്രസിഡന്റ്, ഒരേ സമയത്ത് മുസ്ലിം ഉമ്മത്തിന് ഒരു ഇമാമാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. നിങ്ങൾക്ക് എന്താ പാവപ്പെട്ട സവാദ് പാടുന്നിടത്ത്? ഉമറുൽ ഫാറൂഖിന്റെ കണ്ണുകൾ നിറഞ്ഞു. സവാദേ, ഹബീബ് പാടുന്ന, ഹബീബിനെ പറ്റി പാടുന്നത് തങ്ങൾ കേട്ടതല്ലേ, തങ്ങൾ അംഗീകരിച്ചതല്ലേ, തങ്ങൾ ആശീർവദിച്ചതല്ലേ. വഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി. അല്ലാഹ് അല്ലാത്ത റബ്ബില്ല, നിയന്ത്രിക്കുന്നത് അല്ലാഹ്,
നൽകുന്നതല്ലാ, മരിപ്പിക്കുന്നതല്ലാ, ജീവിപ്പിക്കുന്നതല്ലാ, സൃഷ്ടിക്കുന്നതല്ലാ, വായിലിട്ട ഭക്ഷണം ഇറക്കുന്നതല്ലാ, ഇറക്കിയ ഭക്ഷണം ദഹിപ്പിക്കുന്നതല്ലാ, ആട്ടിമിടിപ്പിക്കുന്നതല്ലാ, കിഡ്നിയെ പ്രവർത്തിപ്പിക്കുന്നവനല്ലാ, കണ്ണിൽ കണ്ണുനീര് ചൊരിയുന്നവനല്ലാ, വായിൽ ഉമിനീര് ചൊരിയുന്നവനല്ലാ, എല്ലാം അല്ലാ. വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി. തങ്ങളൊരു മറഞ്ഞ കാര്യം പറഞ്ഞാൽ, തങ്ങൾ നരകത്തെ പറ്റി പറഞ്ഞാൽ, തങ്ങൾ സിറാത്ത് പാലം പറഞ്ഞാൽ, തങ്ങൾ മീസാനെ പറ്റി പറഞ്ഞാൽ, തങ്ങൾ ഖബറിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞാൽ, തങ്ങൾ നന്മയും തിന്മ തൂക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ, ഏത് മറഞ്ഞ കാര്യങ്ങളും തങ്ങൾ പറഞ്ഞാൽ, ആകാശത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ, അലമൂത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ, ബഹ്റുന്നൂറിലെ കാര്യങ്ങൾ പറഞ്ഞാൽ, എല്ലാം കൊണ്ടും വിശ്വസിക്കപ്പെടുന്ന നേതാവാ. മക്കളെ മറക്കണ്ട, ഉമ്മമാര് മറക്കണ്ട, ഉപ്പമാര് മറക്കണ്ട. സവാദുവിന് കാരിബ് ചൊല്ലുകയാണ്. മാത്രമല്ല വന്നക അഅ്ലൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നുൽ അക്റമിനൽ ത്വായിബി. എല്ലാവർക്കും വസീലയാണ് തങ്ങള്. മഹാനായ മൂസ നബിയോട് പടച്ച റബ്ബ് പറഞ്ഞു, മൂസ നബിയേ, നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? അമ്പിയാക്കളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നബിയാ, ഒട്ടനവധി അത്ഭുതങ്ങൾ കണ്ട പ്രവാചകരാ, 136 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച പ്രവാചകരാ. മഹാനരായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് അല്ലാഹ് പറഞ്ഞു, മൂസ നബിയേ, വഖറബ മഹബ്ബു മാ തകൂനു ഇലയ്യ വഖറബു ഇലയ്യ. ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നിലേക്ക് അടുക്കുന്നത്, ഞാനും നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹം പങ്കിടുന്നത്, എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്നത് എന്റെ ഹബീബ് മുത്തുനബിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോഴോ, തങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോഴോ, തങ്ങളെ പൊലിമ പറയുമ്പോഴോ, അതിന് ചുണ്ടുകൾ ചലിക്കുമ്പോഴോ. തീർന്നില്ല മൂസ നബിയേ, നിങ്ങൾക്കറിയുമോ, നാളെ മഹ്ശറയിൽ സൂര്യനെ കൊണ്ടുവരുമ്പോൾ കോടിക്കണക്കിന് ആളുകളെ തല മുഴുവനും അതാ ഒടിഞ്ഞു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, അന്ന് മഹ്ശറയിൽ നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കണമെങ്കിൽ, അന്നത്തെ ദാഹം നിങ്ങൾക്ക് അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ, അക്തിരി സ്വലാത്ത് അലൻ നബി മുഹമ്മദി, മുത്തുനബിക്ക് സലാത്ത് വർദ്ധിപ്പിച്ചോ. സർവ അമ്പിയാക്കൾക്കും വസീലയാണ് ഇബ്നുൽ അക്റമിനൽ ത്വായിബി. ഏറ്റവും പരമപരിശുദ്ധരായ ഉമ്മമാരിൽ കൂടി ഉപ്പമാരിൽ കൂടി ലോകത്ത് പിറവിയെടുത്ത മുത്തുനബിയേ, ഫകുല്ലി ഷഫീഅൻ യൗമൽ അദു ശഫാഅതി ബിമുഗ്നിൻ ഫതിലൻ സവാദി ബിനി ഖാരിബി. നാളെ മഹ്ശറയിൽ ഈ പാവപ്പെട്ട സവാദിന് ഒരാൾക്കും ഒരു ഗുണവും ചെയ്യാൻ കഴിയാത്ത ദിവസം, ഒരു ഉപ്പയ്ക്കും ചെയ്യാൻ കഴിയാത്ത ദിവസം, ഒരു ഉമ്മക്കും ചെയ്യാൻ കഴിയാത്ത ദിവസം. ഉപ്പമാര് മക്കളെ കാണുമ്പോൾ ഓടുമ്പോ, അതേ ഉമ്മമാര് മക്കളെ കാണുമ്പോൾ ഓടുകയോ, മാതാപിതാക്കളെ കാണുമ്പോ മക്കൾ ഓടുകയോ, സുഹൃത്തിനെ കാണുമ്പോൾ ഓടുകയോ, എല്ലാവരും ഓടി ഓടി മറയുമ്പോൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ, എന്നെ പറ്റിയിട്ടൊന്ന് റബ്ബിനോട് പറയാൻ, തങ്ങൾ എനിക്ക് ഷഫീയാവണേ എന്ന് ബഹുമാനപ്പെട്ട സവാദ് തങ്ങൾ പാടിയ പാട്ടാണ്. ഇതുപോലെ പാട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊന്ന് കേൾക്കണ്ട സവാദേ, അത് കേട്ടിട്ടെങ്കിലും എനിക്ക് രക്ഷപ്പെടണ്ടേ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞെങ്കിൽ
വജിദ് സമാഇന്റെ ആളുകളാണ്. ഔലിയാക്കളിൽ നല്ലൊരു വിഭാഗം മഹാനായ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ പോലെ. അതിനാൽ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ ഖവാലി കേൾക്കുമ്പോൾ, മദ്ഹ് കേൾക്കുമ്പോൾ, നശീദ കേൾക്കുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ തനിക്കും തന്നെ മുരീദന്മാർക്കും കൂടി ഇതുപോലെ നശീദ ചൊല്ലാൻ അവസരം കൊടുത്തു, സാഹചര്യം കൊടുത്തു. പെട്ടെന്ന് അങ്ങ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വടി കൊണ്ട് കുത്തിപ്പിടിച്ചു. അതാ ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ നശീദയിൽ ഈ ബഗ്ദാദ് മുഴുവനും ലയിച്ച് ഇത് തലകീഴായി മറിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ട് വടി കൊണ്ട് കുത്തിപ്പിടിച്ചതോ എന്ന് പറഞ്ഞവരോ വലിയ മഹാനാ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മറക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഏത് പ്രതിസന്ധിയിലും നമുക്ക് രക്ഷ കിട്ടാൻ, നമുക്ക് സമാധാനം കിട്ടാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അതേ അക്ബർ ചക്രവർത്തിയോട് സലീമുൽ ചിശ്തി പറഞ്ഞത്, നിങ്ങൾക്ക് തോന്നും നിങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങളാണ് സുൽത്താൻ എന്ന്. യഥാർത്ഥ സുൽത്താൻ നിങ്ങളല്ല. ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ്. അവിടെ പോയി പറയുക, അതേ അക്ബർ ചക്രവർത്തി താൻ ധരിച്ചിരിക്കുന്ന ചെരിപ്പഴിച്ചു വെച്ച് അതേ ഡൽഹിയിൽ നിന്ന് അങ്ങ് അജ്മീർ വരെ നടന്ന് യാത്ര ചെയ്തതോ, ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചതോ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ പൊന്നുമോനാ ജഹാംഗീർ ചക്രവർത്തി. ഇനിയും എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് എന്നും നന്ദിയുള്ളവരാവണം, നമ്മൾ നന്ദിയുള്ളവരാവണം. നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കാനും ഏറ്റെടുക്കാനും തദ്ബീർ ചെയ്യാനും ഇതുപോലത്തെ മഹാന്മാരെ തവസ്സുലാക്കുക, അവരെ വഴി പിന്തുടരുക, അവരെ പറ്റി പറയുക, അത് കേൾക്കുക, അനുസ്മരിക്കുക. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഇത് ഉൾപ്പെടുത്തി തരട്ടെ. ഖാജാ തങ്ങളെ ഉറൂസിന് വേണ്ടി ദാനധർമ്മങ്ങൾ നൽകിയവർ, സദഖ നൽകിയവർ, പ്രവർത്തിച്ചവർ എല്ലാവർക്കും അവരുടെ മദതും പൊരുത്തവും ഗുരുത്വവും അല്ലാഹു നൽകുമാറാകട്ടെ. മഹത്തായ മജ്ലിസിൽ ഇനി ദുആ നടക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ പറയാനും കേൾക്കാനും സംബന്ധിക്കാനും അല്ലാഹു തൗഫീഖ് നൽകിയതുപോലെ അല്ലാഹു തആല ഇഖ്ലാസോടുകൂടി ജീവിതത്തിൽ പകർത്തി നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഹേതുകമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. آمين. اللهم اغفر أمة محمد، اللهم ارحم أمة محمد، اللهم أكثر أمة محمد، اللهم أعز أمة محمد، اللهم تقبل من أمة محمد واشرنا في زمرة محمد بحق محمد وآل محمد وأصحاب محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.